Lighter to Lighten, Marthoma Study Forum. ഗുഡ് ഈവനിങ് ഓൾ. കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റൺ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 301ാമത് ലൈവ് വെബിനാർ ഇവിടെ ഇപ്പോൾ സമാരംഭിക്കുന്നു. കഴിഞ്ഞ 300 വെബിനാർ ഭംഗിയായിട്ട് നടത്തുവാൻ ദൈവം നൽകിയ എല്ലാ അവസരത്തിനെയും സ്മരിച്ചുകൊണ്ട് പരമകാരുണ്യവാനായ ദൈവത്തിന് നന്ദി, സ്തുതി, സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ വെബിനാറിന്റെ പ്രാരംഭത്തിലേക്ക് പ്രവേശിക്കുന്നത് പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ. അതിനു മുമ്പ് ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്യത്തിൽ ഇന്നത്തെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഗാനം ആലപിക്കുവാനായിട്ട് നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മിസ് സ്നേഹ ഷാജിയാണ്. മിസ് സ്നേഹ ഷാജി നമ്മളെ സംബന്ധിച്ച് പുതിയ ആളല്ല. ഇതിനു മുമ്പ് 3 വട്ടം നമുക്ക് വേണ്ടി പാട്ട് പാടിയ വ്യക്തിയാണ്. തിരുവല്ല തിരുമൂലപുരം ബദേൽ ഇടവക അംഗമാണ്. നല്ലൊരു ഗായികയാണ്. മാരാമൺ കൺവെൻഷൻ ഗായക സംഘത്തിലെ ഒരു മികച്ച ഗായികയായിട്ട് അംഗത്വം ലഭിച്ച ആളാണ്. മികച്ച ഗായിക എന്ന് പറയുമ്പോൾ അതിന്റെ മാർക്ക് നോക്കിയാണ് പറയുന്നത്. BSc പഠിക്കുന്നു. വളരെ ആക്റ്റീവായിട്ട് പള്ളിക്കാര്യങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്ന് നമ്മളെ പാട്ട് പാടുവാനും പ്രാർത്ഥിക്കാനും സ്നേഹ ഷാജിയാണ് ക്ഷണിച്ചിരിക്കുന്നത്. നമ്മൾ ക്ഷണിക്കുമ്പോഴൊക്കെ വളരെ സന്തോഷപൂർവ്വം ആ ചുമതല ഏറ്റെടുക്കുന്നതിന് പ്രത്യേക സന്തോഷമുണ്ട്. ഒരു തവണ പോലും നോ പറയാതെ വളരെ കാര്യമായിട്ട് നമ്മളോട് സഹകരിക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും അതിന് പ്രത്യേക നന്ദിയുണ്ട്. ഇപ്പോൾ പാട്ടുപാടി പ്രാർത്ഥിക്കുന്നതിനായിട്ട് മിസ് സ്നേഹ ഷാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ നാട്ടൊലിവായി
ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ലി ഏഴയേ. എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ലി ഏഴയേ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന കൃപയോർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. പകലന്തിയോളം പകലന്തിയോളമുള്ള പ്രയത്നങ്ങൾക്ക് ശേഷം ദൈവമേ ഞങ്ങളെ ഒന്നിച്ചൊരു കൂട്ടായ്മയെ കൂട്ടിവരുത്തിയിരിക്കുന്നതിന്റെ ദിവ്യ കൃപയോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ പകൽ പലയിടങ്ങളിലായിരുന്നു ഞങ്ങളെ ഒന്നിച്ച് ദൈവമേ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂട്ടിവരുത്തിയിരിക്കുന്ന അത്ഭുതത്തെ ഓർത്ത് കർത്താവേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. ഈ സന്നിധിയിൽ ഞങ്ങൾ ഒന്നിച്ച് കൂടി വരുവാൻ ദൈവമേ ഇടയായ മുഖാന്തരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ഈ സന്ധ്യയിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമാറാകണമേ. ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും എല്ലാം നിനക്ക് ഇഷ്ടമുള്ളതായി തീരുമാറാകണമേ. ഞങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളെയും ശോധന ചെയ്യുവാൻ ഞങ്ങൾ ഇടവരുത്തുമാറാകണമേ. കർത്താവേ, പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുമാറാകണമേ. ദൈവമേ, അല്പസമയം ഞങ്ങൾ ചില ചിന്തകൾക്കായി അടുത്തു വന്നിരിക്കുന്ന നാഥ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വ്യാപരിക്കുമാറാകണം. ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വാക്കുകൾ ദൈവമേ ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകണം. വാക്കുകളെ സംസാരിക്കുന്ന മകനെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, നിന്റെ സാന്നിധ്യം തന്റെ മകനോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ, കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്ന വിവിധ മുഖാന്തരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പ ഞങ്ങളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കൂടിവരവിനായി ദൈവമേ കാരണഭൂതരായി തീർന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അപ്പ അവരുടെ പ്രയത്നങ്ങളെ കർത്താവെ നീ മാനിച്ചുകൊള്ളുമാറാകണമേ. ദൈവമേ, അവർ ചെയ്യുന്ന പ്രവർത്തിക്കൊത്താനും അവർക്ക് പകരത്തെ കൊടുക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വാക്കുകൾ ദൈവമേ ഞങ്ങളെ ചിന്തിക്കും ദൈവമേ ഞങ്ങളും എല്ലാ വിധത്തിലുള്ള അനുഗ്രഹത്തിനും കാരണമായി തീരുമാറാകണം. കർത്താവെ, ഇപ്പോൾ പിരിയാത്ത സാന്നിധ്യം കൂടിയിരിക്കുമാറാകണം. ആദ്യോടെന്ന കർത്താവെ ഞങ്ങളെ വഴി നടത്തുമാറാകണം. കർത്താവെ, പ്രാർത്ഥിച്ചറിയട്ടെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പിഴവുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ നാഥ. ദൈവമേന്റെ പ്രാർത്ഥന ദിവസത്തിൽ എത്തുമാറാകണമേ. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമാറാകണം. കർത്താവെ, ക്രിസ്തുവേശം മൂലം പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. വളരെ മനോഹരമായ ഗാനമായിരുന്നു, അപൂർണമായ പ്രാർത്ഥനയായിരുന്നു. വളരെ നന്ദിയുണ്ട്. നമ്മളെ മോഡറേറ്ററായിട്ട് ഇന്ന് ക്ഷണിച്ചിരിക്കുന്ന നമ്മുടെ തന്നെ അഡ്മിന്മാരിൽ ഒരാളായ അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് സാറിനെയാണ്. സാർ വളരെ തിരക്കുള്ള വ്യക്തിയാണ്. സാറിനെ പലപ്പോഴും മോഡറേറ്ററായിട്ട് എനിക്ക് സാറിനെ കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളാണ്. കാരണം സാറ് നല്ല രീതിയായിട്ട് അത് പ്രസന്റ് ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ എപ്പോഴും തിരക്കായതുകൊണ്ട് കിട്ടുന്നില്ല. ഇന്ന് ഏതായാലും ഭാഗ്യവശാൽ സാറിനെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. സാറിനെ പറ്റി പറയുമ്പോഴേ വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും ആ നിലപാടുകൾക്ക് വേണ്ടി എന്ത് നഷ്ടം സഹിക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ അഭിപ്രായങ്ങള് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ സ്വന്തം അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുകയും അത് നല്ല മനോഹരമായ ഭാഷയിൽ രേഖപ്പെടുത്തുവാനുള്ള കഴിവുള്ള വ്യക്തി കൂടിയാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായിട്ട് എഴുതുന്നു. അതുപോലെ സഭയിൽ നല്ല റോളുകൾ മർത്തോമ സഭയിൽ സഭാ കൗൺസിൽ അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മർത്തോമ
സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ട്രസ്റ്റി ആയിട്ട് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. യുവജന സഖ്യത്തിന്റെ ജനറൽ കമ്മിറ്റി മെമ്പറും വൈസ് പ്രസിഡന്റ് ആകാനുമായിട്ടും അവസരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന്റെ ട്രസ്റ്റി ആയിട്ട് ഒരു ടേം ഇരിക്കുവാൻ സാറിന് അവസരം ലഭിച്ചിട്ടുണ്ട്. സാർ അതുപോലെ തന്നെ വെൺമണി അവിടെ രാഷ്ട്രീയത്തിലും ഒരു അംഗം പയറ്റിയ ആളാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് ഒരു ടേം ഇരുന്ന ആളാണ്. അങ്ങനെ വ്യത്യസ്തമായ രംഗത്ത് വളരെയധികം കഴിവുകളുള്ള, ആ കഴിവുകളൊക്കെ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. ലൈറ്റ് ടു ലൈറ്റിന്റെ അഡ്മിനായിട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. സാറിനെ ഇന്നത്തെ യോഗത്തിന്റെ മോഡറേറ്ററായിട്ട് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. സാറിനെ ഒരു വട്ടം കൂടെ ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു. ഇന്ന് ഈ യോഗത്തിന്റെ മോഡറേറ്റർ ആകുവാൻ സാറിനെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം മുഖ്യ പ്രഭാഷകനായ പ്രൊഫസർ ഡോക്ടർ മാത്യൂസ് എം ജോർജ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ പട്ടക്കാരായ സഭയിലെ പലരും കയറിയിട്ടുണ്ട്. അവരെയൊക്കെ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. മറ്റു ഗ്രൂപ്പുകളിലെ അഡ്മിന്മാരുൾപ്പെടെ അനവധി പേര് ഇതിനോടകം കയറിയിട്ടുണ്ട്. അനവധി പേര് ഇനിയും കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. റോയ് സാറിനെ മോഡറേറ്ററായിട്ട് ക്ഷണിച്ചോളും. ഏറ്റവും ബഹുമാനായ ലൈറ്റ് ടു ലൈറ്റ് സ്റ്റഡി ഫോറത്തിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന വിൽസൺ സാറ്, ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ മാത്യൂസ് എം ജോർജ് സാറ്, ഇന്ന് ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന ബഹുമാനരായ അച്ഛന്മാരെ, സഹോദരി സഹോദരന്മാരെ, ലൈറ്റ് ടു ലൈറ്റ് സ്റ്റഡി ഫോറത്തിന്റെ 301ാമത് സെമിനാറാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന് സെമിനാറിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. സാമൂഹ്യ ജീവിതവും വ്യക്തിബന്ധങ്ങളും എന്നുള്ളതാണ് ഈ ഇന്നത്തെ നമ്മുടെ സെമിനാറിന്റെ വിഷയം. വ്യക്തികൾ ചേരുന്നതാണ് സമൂഹം എന്ന് നമുക്കറിയാം. വ്യക്തി ജീവിതങ്ങൾ സാമൂഹ്യ ബന്ധങ്ങളെയും സാമൂഹ്യ ബന്ധങ്ങൾ വ്യക്തി ജീവിതങ്ങളെയും മാറ്റിമറിക്കും. സമൂഹവും വ്യക്തികളും തമ്മിലുള്ള ഒരു പാരസ്പരിക ബന്ധത്തിലാണ് നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ. ഈ ഒരു പാരസ്പരിക ബന്ധത്തിന്റെ ഊഷ്മളത മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരേണ്ടത് കാലഘട്ടത്തിന്റെ വളരെ വലിയ ആവശ്യമാണ്. ഈ പാരസ്പരിക ബന്ധം സംബന്ധിച്ച് കവികളും സാമൂഹ്യ ചിന്തകന്മാരും ഒക്കെ തന്നെ വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് കടമ്മനിട്ടയുടെ കുറത്തി എന്ന് പറയുന്നതായ കവിതയാണ്. ആ കവിതയിൽ അദ്ദേഹം പാടുന്നുണ്ട്, കാട്ടുവള്ളി കിഴങ്ങുമാന്തി ചുട്ടു തന്നില്ലേ, പൂത്ത മാമര ചോട്ടിൽ നിങ്ങൾ കാറ്റുകൊണ്ട് മയങ്ങിയപ്പോൾ കണ്ണു ചിമ്മാതെ അവിടെ ഞങ്ങൾ കാവൽ നിന്നില്ലേ, കാട്ടുപോത്ത് കരടി കടുവ നേർത്തു വന്നപ്പോൾ ഞങ്ങൾ കാട്ടുകല്ലുകൾ ഓങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ, അത് നിങ്ങൾ ഓർക്കുന്നോ, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഈ ചോദ്യം നമ്മൾ ഇവിടെ സാമൂഹിക ജീവിതത്തിൽ ഉയർത്തേണ്ട വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മളായത് എന്നുള്ളതായ സാമൂഹിക ജീവിതത്തിൽ നാം എന്തെല്ലാം നേടുന്നു മറ്റുള്ളവരിൽ നിന്ന്, അതിനെന്താണ് നമ്മൾ തിരികെ നൽകുന്നത് എന്നുള്ളതായ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും ഇവിടെ ഉയരുകയാണ്. അതുപോലെ തന്നെ ONV കുറുപ്പിന്റെ ഒരു മനോഹരമായ കവിതയുണ്ട്. ആ കവിതയുടെ പേര് ശാർങ്ങക പക്ഷികൾ എന്നാണ്. ഒരു ഭാര്യയും ഭർത്താവും കൂടി യാത്ര പോയി വൈകിട്ട് നടന്ന് ക്ഷീണിച്ച് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഭർത്താവിന്റെ മടിയിൽ തലചായിച്ച് ഭാര്യ ഉറങ്ങുന്ന അവസരത്തിൽ ഭാര്യയുടെ ഉറക്കത്തിന് കാവൽ നിൽക്കുന്ന ഭർത്താവിന്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്തകളാണ് ആ കവിതയിൽ ആവിഷ്കരിക്കുന്നത്. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക, എത്തേണ്ടിടത്തെത്തുവാൻ ഇനി എത്രയുണ്ടെന്നറിയാത്തൊരു ഈ യാത്രയിൽ തമ്മിൽ ചുമലൊത്ത് വീണ്ടും ചുവടുവെച്ച് ഉന്മതൻ ഹ്ലാദ വിഷാദങ്ങളൊക്കെയും പങ്കുവെച്ച്
അന്തര സഞ്ചരിക്കെ വന്നു മറ്റൊരിടവേള. എല്ലാം മറന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി. ഇന്നിനി നമ്മിൽ ഒരാളിന്റെ നിദ്രയ്ക്ക് മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. ഇവിടെ ആ ഭാര്യയുടെ ഉറക്കത്തിന് കാവൽ നിൽക്കുന്ന ഭർത്താവ് പറയുകയാണ്, നിനക്ക് ശാന്തമായി ഉറങ്ങാൻ കഴിയുന്നത് ഞാൻ നിന്റെ ഉറക്കത്തിന് കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ സാമൂഹിക ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറങ്ങുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ അതിന് നമ്മളുടെ ജീവിതത്തിന് സുഖങ്ങൾ ഒരുക്കിക്കൊണ്ട്, സന്തോഷങ്ങൾ ഒരുക്കിക്കൊണ്ട് ധാരാളം ജനങ്ങൾ ഉറങ്ങാതെ കാവൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതായ വസ്തുത നമ്മൾ മറന്നു പോകരുത്. ഇവിടെയാണ് വ്യക്തി ജീവിതവും സാമൂഹിക ജീവിതവും തമ്മിലുള്ള പാരസ്പരിക ബന്ധത്തിന്റെ ഏറ്റവും ഊഷ്മളമായ ദർശനം കുടികൊള്ളുന്നത്. ആ ദർശനത്തിന് യഥാർത്ഥത്തിൽ ശരിയാവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് വരേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വിഷയത്തിൽ ഇനിയും കൂടുതൽ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായി നമ്മളോട് സംസാരിക്കാൻ പ്രാപ്തനായ ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് നമുക്ക് സെമിനാറിന് ലഭിച്ചിട്ടുള്ളത്. പ്രൊഫസർ ഡോക്ടർ മാത്യൂസ് എം ജോർജ് സാർ. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ BAM തുരുത്തിക്കാട് BAM കോളേജിന്റെ പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിച്ചു. അവിടുത്തെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായും അദ്ദേഹം പ്രവർത്തിച്ചു. ഇപ്പോൾ ചെങ്ങന്നൂരിലെ പ്രൊവിഡൻസ് എന്ന കോളേജിന്റെ, എഞ്ചിനീയറിംഗ് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പലായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. എക്യുമെനിക്കൽ രംഗത്തും അതുപോലെ തന്നെ YMCA, JCs, വൈസ്മെൻ ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു എഴുത്തുകാരനും ഉജ്ജ്വലനായ ഒരു പ്രഭാഷകനും ആണ്. അതുപോലെ തന്നെ സുവിശേഷ പ്രകാശിനി എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്ററായും അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് തൻ്റെ തനതായ പ്രവർത്തനങ്ങളിലൂടെ ഏവരുടെയും സജീവമായ ശ്രദ്ധ ആകർഷിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രൊഫസർ ഡോക്ടർ മാത്യൂസ് എം ജോർജ് സാറ്. അദ്ദേഹത്തെ ഇന്ന് നമ്മുടെ സെമിനാറിൽ ലഭിച്ചത് ഏറ്റവും സന്തോഷകരമാണ്. ഒപ്പം തന്നെ നമ്മൾ അതൊരു അനുഗ്രഹമായി കാണുകയും ചെയ്യുന്നു. അദ്ദേഹം ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. അതിനുശേഷം നടക്കുന്ന ചർച്ചയിലും എല്ലാവരും സജീവമായി പങ്കെടുക്കണമേ എന്ന് ആമുഖമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രൊഫസർ ഡോക്ടർ മാത്യു എം ജോർജ് സാറിനെ വളരെ ഹാർദമായി നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഈ സെമിനാറിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളും. താങ്ക് യു സർ. താങ്ക് യു റോയ് സാർ. കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം സാർ. നമ്മുടെ ഇന്നത്തെ വിഷയത്തെ കുറിച്ച് റോയ് സാർ വളരെ വിശദമായിട്ട് സംസാരിച്ചു. റോയ് സാർ പറയുന്നത് ഇതൊക്കെ സംസാരിക്കാനായിട്ട് കൂടുതൽ സമയം വേണ്ടി വരും. എന്നാൽ നമ്മുടെ ഉള്ള സമയം കൊണ്ട് നമുക്ക് ചില ചിന്തകൾ, നമ്മൾ കണ്ടുവരുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ സ്ഥാനം, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള നമ്മുടെ ഇടപാട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു അല്പസമയം ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഇന്ന് കോളേജിലായിരിക്കുമ്പോൾ എൻ്റെ അടുക്കൽ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഡയറക്ടറാണ് അവിടുത്തെ. അദ്ദേഹം എന്ന് പറയുന്നത്, ഇനിയും അഡ്മിനിസ്ട്രേറ്റിംഗ് പോസ്റ്റിലേക്ക് നിൽക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ടീച്ചിങ്ങിലാകുമ്പോൾ ഒന്നോ രണ്ടോ ക്ലാസ്, ഒന്നോ രണ്ടോ പേപ്പറുകൾ എടുത്ത് അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുത്ത് അതങ്ങ് തീർക്കുകയാണ് ഏറ്റവും നല്ലതെന്ന്. ഇനി അങ്ങനെ ആരെയോ അദ്ദേഹത്തെ ഉപദേശിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറയാൻ വരുന്നത്, ആ സാറിനെ സംബന്ധിച്ച് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിൽ ഇരിക്കാനായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ചില ബന്ധങ്ങൾ, നമ്മൾ ചുമ്മാ ഒരു പോസ്റ്റിലോട്ട് കയറിയിരുന്ന, അല്ലെങ്കിൽ അതൊരു ആലങ്കാരികമായ ഒരു പദവി അല്ലത്. നമ്മൾ ഒരു പ്രിൻസിപ്പലായിട്ട് ഇരിക്കുകയെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡയറക്ടറായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചില കാര്യങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് എങ്ങനെ ഇത് ഓവർകം ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇതുപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാനൊരു കേട്ടിട്ടുള്ള ഒരു കഥയോട് ആരംഭിക്കുകയാണ്. ഒരു കുരുടനായ മനുഷ്യൻ വഴിയരികിൽ ഭിക്ഷ യാചിച്ചിരിക്കുകയാണ്. അദ്ദേഹം
അദ്ദേഹത്തെ വീക്ഷിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ കുറച്ച് അകലെ മാറി നിൽക്കുകയാണ്. ആരും ഇദ്ദേഹത്തെ അത്ര ശ്രദ്ധിക്കുന്നില്ല, ഗവനിക്കുന്നില്ല. അദ്ദേഹം രാവിലെ മുതൽ ഇരിക്കുന്നു, ഒന്നും ലഭിക്കുന്നില്ല. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നോക്കി. അപ്പൊ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്, ഐ ആം ബ്ലൈൻഡ്, പ്ലീസ് ഹെൽപ്പ് മീ. ഈ ബോർഡാണ് അവിടെ ഇരിക്കുന്നത്, ഐ ആം ബ്ലൈൻഡ്, പ്ലീസ് ഹെൽപ്പ് മീ. ഇത് കണ്ട് വായിച്ച് മനുഷ്യൻ അങ്ങ് കടന്നു പോകാൻ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല, സഹായിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. ഈ ചെറുപ്പക്കാരന് അവിടെ നിന്ന് ആ ബോർഡിന്റെ മറുപുറം എടുത്തിട്ട് അവിടെ ഇങ്ങനെ എഴുതി, ടുഡേ ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ ബട്ട് ഐ കാൺട്ട് സീ ഇറ്റ്. അതിനൊരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി. രണ്ടും അർത്ഥം ഒന്നാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. അദ്ദേഹം ആ ബോർഡ് അവിടെ വെച്ചു. അദ്ദേഹം മാറി നിന്ന് വീണ്ടും ഈ ഇദ്ദേഹത്തെ വീക്ഷിക്കുകയാണ്, ഇവിടുത്തെ ഈ സ്ഥിതി എങ്ങനെ വരുന്നെന്ന്. ആളുകൾ വായിക്കാൻ തുടങ്ങി, സഹായിക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആ ബോക്സ് നിറയാനായിട്ട് ഇടയായി. ഞാൻ പറയുന്ന പ്രസംഗത്തിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്ന ഈ കഥയിലുണ്ട്. നമ്മുടെ സമൂഹം എന്ന് പറയുന്നതാണ് ഈ കുരുടനായ മനുഷ്യൻ. കുരുടൻ എന്ന് പറയുമ്പോൾ കണ്ണ് കാണാൻ വയ്യാത്ത ആളിനെയാണ് നമ്മൾ കുരുടൻ എന്ന് വിളിക്കുന്നത്. പല രീതിയിൽ അന്ധത പിടിച്ച മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഈ ചെറുപ്പക്കാരന്റെ റോളാണ് ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? ചെറുതും വലുതുമായ രീതിയിൽ, ഏത് രീതിയിലാന്ന് പറയാൻ ഒക്കെയല്ല, ഓരോരുത്തരെ ഓരോ രീതിയിൽ ദൈവം വിളിച്ചാക്കിയിരിക്കുകയാണ്. ദിവസവും നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ഓരോരുത്തരെ ഓരോ സ്ഥാനത്താക്കുന്നത് പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. ദൈവം നമ്മെ ആക്കിയിരിക്കുന്നിടത്ത്, എവിടൊക്കെ ആക്കിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. നമുക്ക് പണം നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചില സ്ഥാനമാനങ്ങൾ തന്നിരിക്കുന്നത് പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ്. അത് നമ്മൾ നിർവടിയായി നിവർത്തിക്കും. ഈ ചെറുപ്പക്കാരനായ മനുഷ്യനെ ഞാൻ നമ്മുടെ മുൻപിൽ, ഈ കഥ നമ്മുടെ മനസ്സിൽ ഇരിക്കണം, മറന്നു പോകരുത്. ഒരു അധ്യാപകനായതുകൊണ്ട് ഞാൻ അവസാനം വരെ ഈ കഥ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഈ കഥയ്ക്കകത്ത് ഞാൻ പറഞ്ഞ ആ ചെറുപ്പക്കാരന്റെ റോൾ അവൻ ആരും പറഞ്ഞിട്ട് ചെയ്തതല്ല, ആരും അദ്ദേഹത്തെ നിർബന്ധിച്ചതല്ല. ദലൈലാമ പറഞ്ഞൊരു വാചകം ഞാൻ ഇതിനോട് കൂട്ടിച്ചേർക്കുകയാണ്, അവർ പ്രൈം പർപ്പസ് ഇൻ ലൈഫ് ഈസ് ടു ഹെൽപ്പ് അതേഴ്സ് ആൻഡ് ഇഫ് യു കാൺട്ട് ഹെൽപ്പ് ദം അറ്റ് ലീസ്റ്റ് ഡോണ്ട് ഹേർട്ട് ദം. അവരെ സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ നിയോഗം. അത് പല രീതിയിൽ ഹെൽപ്പ് ചെയ്യാം. അവരുടെ അന്ധത മാറ്റിക്കൊടുക്കാം, പല രീതിയിൽ അവരുടെ അന്ധത മാറ്റാൻ നമുക്ക് സാധിക്കും. സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും അവരെ വേദനിപ്പിക്കരുത്. നമ്മൾ ഇന്ന് എത്രയോ പേരെ, ഇത് എന്നെ ശ്രവിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഇന്ന് എത്രയോ പേരെ പല രീതിയിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എഴുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊണ്ട് എത്ര പേരെ നമ്മൾ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം നമ്മൾ ചിന്തിച്ചു നോക്കുന്ന ഇങ്ങനെയാണ്. ഞാൻ ഇവിടെ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന 2-3 കാര്യങ്ങൾ, ഇവിടെ ഒരു സമൂഹവും അതുപോലെ തന്നെ വ്യക്തിഗത ബന്ധങ്ങളും, ഇത് കോറിലേറ്റഡ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വളരെ, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഏകനായിരിക്കുന്നത് നന്നല്ല, നമ്മളെല്ലാ വിവാഹത്തിനും കേൾക്കുന്ന ഒരു പാരഗ്രാഫാണത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അതിനുവേണ്ടി തക്കതായ ഒരു തുണ കൊടുത്തായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യനും ലോകത്തിൽ ഒരു ഐലൻഡായിട്ട് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തുരുത്തായിട്ടുള്ള മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്ന കോളേജില് 4 വർഷം മാസ്ക് വെച്ച ഒരു ചെറുപ്പക്കാരെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കുട്ടിയെന്ന് പറയാം, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്ന് പറയാം, കണ്ടിട്ടുണ്ട്. 4 വർഷവും എന്ന് ക്ലാസ്സിൽ വന്നു തുടങ്ങിയോ, ഇപ്പൊ 4-ാം വർഷം അദ്ദേഹം തീർത്ത് പോകുകയാണ്. 4 വർഷവും മാസ്ക് വെച്ചിരിക്കുകയാണ്. കൂടെ പഠിക്കുന്ന 60 വിദ്യാർത്ഥികളോട്, കൂടെ പഠിക്കുന്നവരോട് പോലും അദ്ദേഹം സംസാരിക്കുകയില്ല. ഏകനായിട്ട് വന്ന ഫ്രണ്ട് ബെഞ്ചിലിരിക്കും,
വല്ലതൊക്കെ മനസ്സിലാക്കും, എഴുതി വെക്കും, മാർക്ക് വാങ്ങിക്കും. വലിയ മിടുക്കനൊന്നും അല്ല, എന്നാൽ പോലും പുള്ളിയുടെ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു ചിന്തകൻ പറഞ്ഞ പോലെ ഇടത്തൂടെ ജനിച്ച് ഇടത്തൂടെ ജീവിച്ച് ഇടത്തൂടെ മരിച്ചു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ വശങ്ങളിലേക്ക് നോക്കാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. തന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദൈവം സൃഷ്ടിച്ച നാം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമുക്ക് നമ്മുടെ സഹജീവികളോടല്ലേ, നമ്മുടെ സമുദായത്തോട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോട് ചില കടപ്പാടുകളുണ്ട്. അത് നമ്മൾ കാണുന്നത് ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടും നമ്മളൊന്ന് കണ്ണുപിടിക്കുവാണെങ്കിൽ നമ്മൾ കാണുന്നത് സഹോദരൻ സഹോദരനെ കൊലക്കേൽപ്പിക്കുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കുക. സഹോദരൻ സഹോദരിക്കെതിരെ കേസ് കൊടുക്കുന്നു. അപ്പനും അമ്മയും സ്നേഹമില്ലാതെ കഴിഞ്ഞുകൂടുന്നു. അയൽക്കാർ തമ്മിൽ സ്വരച്ചേർച്ചയില്ല. ഒരേ കൂട്ടായ്മയിൽ ഭിന്നിപ്പിന്റെ സ്വരം. ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ പിണങ്ങിക്കഴിയുന്നു. ഇങ്ങനെ പോകുന്നു ആളുകളുടെ വ്യത്യസ്തമായ സ്വഭാവവിശേഷം. പ്രിയമുള്ളവരെ, നമ്മൾ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചാൽ ഇത് തന്നെ ഇതിലും നമുക്കിനിയും കൂട്ടിച്ചേർക്കാം. ദൈവം പരസ്പര ആശ്രയത്വം ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണ്. ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. നമ്മൾ 133 സങ്കീർത്തനത്തിന് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും മനോഹരമാവുന്നു എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വെളിച്ചമായിട്ട് നമുക്ക് ശോഭിപ്പാനായിട്ട് ഈ കാലങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമുക്കിടയാകണം. ഞാൻ ഇവിടെ പറയാനായിരിക്കുന്ന മനുഷ്യബന്ധങ്ങൾ 3 തലങ്ങളിലായിട്ട്, പല തലങ്ങളുണ്ട് അതിനകത്ത്. അതിന് 3ആയിട്ട് നമുക്ക് ചുരുക്കി, നമ്മുടെ സമയപരിമിതി കൊണ്ട് നമുക്ക് 3ആയിട്ട് ചിന്തിക്കാം. അതിൽ ഒന്ന് പറയുന്നത് കുടുംബജീവിതത്തിലെ മനുഷ്യബന്ധങ്ങൾ. നമുക്കറിയാം ഫാമിലി റിലേഷൻസ്. കുടുംബത്തിൽ എങ്ങനെയാണ് നമ്മുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യബന്ധങ്ങൾ നമ്മൾ എങ്ങനെ നിലനിർത്തുന്നു. രണ്ടാമത് സാമൂഹിക ജീവിതത്തിലെ മനുഷ്യബന്ധങ്ങൾ. മൂന്നാമത്തേത് വിദ്യാർത്ഥി ജീവിതത്തിൽ മനുഷ്യബന്ധങ്ങൾ. സ്റ്റുഡൻസിന്റെ ഇടയിലെ അവരുടെ ബന്ധങ്ങൾ, അവരുടെ റിലേഷൻസ് എങ്ങനെയാണ്. നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള ഈ രണ്ടാമത്തേതാണ് നമ്മുടെ വിഷയമായിട്ട് നമ്മളിവിടെ വിൽസൺ സാർ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. സാമൂഹിക ജീവിതത്തിലെ മനുഷ്യബന്ധങ്ങൾ എങ്ങനെയാണ്. നമ്മളെല്ലാം കേൾക്കുന്നതാണ്, മനുഷ്യൻ ഒരു സോഷ്യൽ ബീയിങ് ആണ്. മാൻ ഈസ് എ സോഷ്യൽ ബീയിങ്. അരിസ്റ്റോട്ടിൽ പറയുന്നത് മനുഷ്യൻ ഒരു സാമൂഹിക മൃഗമാണ്, ആനിമൽ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ സമൂഹം വ്യക്തിയേക്കാൾ മുന്നേ നിലനിൽക്കുന്നുവെന്നും ഒരേ സമൂഹത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമേ മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനാകൂ. ഒരു സമൂഹത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമേ മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനാകൂ. ഞാൻ മുമ്പേ പറഞ്ഞ 4 വർഷവും മാസ്ക് വെച്ചുകൊണ്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ, ഞാൻ അദ്ദേഹത്തെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഈ മാസ്കിൽ കൂടെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കാറില്ല. അദ്ദേഹത്തെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചോദിച്ചുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുള്ള ഇന്ററാക്ഷൻ ബുദ്ധിമുട്ടുണ്ട്. അടുത്തിടയിൽ ഒരു ഡിസ്പ്ലേ അവർ പ്രോജക്റ്റ് ചെയ്തതൊക്കെ ഡിസ്പ്ലേ ചെയ്തു. എനിക്ക് ഇദ്ദേഹത്തെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കണമെന്നുണ്ട്. ഏതായാലും 4 വർഷമായി അദ്ദേഹം കോളേജിൽ നിന്ന് പോകാൻ തുടങ്ങുക. മോനെ ഈ ചെയ്തത് എന്താണെന്ന് ഞാനൊന്ന് ചോദിച്ചു. അപ്പോഴും മാസ്കിൽ കൂടെ അവൻ പറയാൻ തുടങ്ങി. മാസ്ക് വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പിന്നെ അതിനെ കൂടെ പിള്ളേർ വേറെ ഉണ്ടായിരുന്നു, അവരോട് ചോദിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി. അവനെ വേദനിപ്പിക്കാതെ, അവനെ ഹർട്ട് ചെയ്യാതെ മറ്റുള്ളവരിൽ നിന്ന് അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞ ഈ മകന് ഇറങ്ങിപ്പോകുമ്പോൾ അവൻ എങ്ങനെ ജീവിക്കും? അവൻ ചില അറിവുകൾ എവിടുന്നെങ്കിലും ഒക്കെ കിട്ടിക്കാണും. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, നമുക്ക് സമൂഹത്തോടൊരു കടപ്പാടുണ്ട്. കൂടെ പഠിച്ചവരോട് അദ്ദേഹത്തിന് ഒരു കടപ്പാടുണ്ട്. കൂടെ പഠിച്ചവരെ ആരുടെയും പേര് അവൻ അറിയാമോ എന്നറിയത്തില്ല.
ദൂരെയും കൊള്ളല്ല. എനിക്ക് നമുക്കിവിടെ സമീപസ്ഥനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ സ്ഥലവും പറയുന്നില്ല, പേരൊന്നും പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഒരു അപരിചിതനെ കാണുമ്പോൾ, അപരിചിതൻ എന്ന് പറയുന്ന ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരു സുഹൃത്താണ് എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടുമുട്ടാത്ത ഒരു സുഹൃത്താണ് അപരിചിതൻ. പഴയ കാലത്ത് നമ്മൾ ട്രെയിനിൽ കയറിയാലും ഒരു യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ അടുത്തിരിക്കുന്ന ആളിനോട് കുശലം പറയാൻ സാധ്യതയുണ്ട്. എവിടെ ഇറങ്ങുന്നു, എവിടെ കയറുന്നു, എവിടെ നിന്നാ കയറിയത്, എവിടെ പോകുന്നു, എന്താണ് കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇന്ന് നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങൾ ട്രെയിനിൽ കയറി ഒന്ന് ഇരുന്ന് നോക്കണം. ആർക്കെങ്കിലും സംസാരിക്കാനോ നമ്മൾ പറയുന്ന കേൾക്കാനോ സാധിക്കുന്നുണ്ടോ? ഉത്തരം വേണ്ട. ഉത്തരം നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ മതി. എല്ലാവരും ചെറുപ്പക്കാരാണെങ്കിൽ അവരുടെ ചെവിയിൽ, മറ്റാരെയും ശല്യപ്പെടുത്താതെ അവരുടെ ചെവിയിൽ ഇതൊക്കെ വെച്ച് അവര് വളരെ സ്വസ്ഥമായിട്ടിരുന്ന പാട്ട് കേൾക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ ഇതില് മൊബൈലിൽ അവരവരുടെ ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണല്ലോ, മൊബൈലിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയാനോ ചോദിക്കാനോ സമയമില്ല. ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സ്റ്റീഫൻ കോവേ അദ്ദേഹത്തിന്റെ ബുക്ക് ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ, നിങ്ങൾക്ക് നല്ല വായിച്ചിട്ടില്ലാത്തവർക്ക് അത് വായിക്കാൻ നല്ലൊരു ബുക്കാണ്. ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ. ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അദ്ദേഹം അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്ന് നമ്മളെ പരിചയപ്പെടാത്തവരെ വിൽസൺ സാറിനെ ഈ നമ്മുടെ ഈ വെബിനാർ അല്ലെങ്കിൽ ഈ സെമിനാർ മുഖാന്തരം പരിചയപ്പെടാൻ ഇടയായി. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അക്കൗണ്ട് തുടങ്ങിയതേ ഉള്ളൂ, ഡെപ്പോസിറ്റ് ഒന്നും ഇട്ടു തുടങ്ങിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഡെപ്പോസിറ്റ് ഇടുന്നത് എപ്പോഴാണ്? നമ്മൾ സ്നേഹം, ദയ കാണിക്കുമ്പോൾ, മര്യാദ കാണിക്കുമ്പോൾ, ആത്മാർത്ഥത കാണിക്കുമ്പോൾ, സ്നേഹം കാണിക്കുമ്പോൾ, പ്രതിബദ്ധതയോടുകൂടെ ഇടപെടുമ്പോൾ, ഇതൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകയ്ക്ക് സമാനമാണ്. അപ്പൊ ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിൽ അക്കൗണ്ട് തുടങ്ങുന്നു, അപരിചിതരാണ്. പക്ഷേ ഒരിക്കൽ നമ്മൾ പരിചിതരാകും, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, അതിലേക്ക് ഡെപ്പോസിറ്റ് വരുന്നു. ചിലപ്പോൾ ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയേട്ടൻ മനോഭാവം വരുമ്പോൾ, നമ്മൾ പരിചയപ്പെട്ട അപരിചിത അല്ലെ നമ്മളെ സുഹൃത്തിനോട് വലിയേട്ടൻ മനോഭാവം കാണിക്കുമ്പോൾ, ദേഷ്യ പ്രകടനങ്ങൾ കാണിക്കുമ്പോൾ, അല്ലെ, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുകയാണ്. അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യാം, നമുക്ക് വിഡ്രോ ചെയ്യാം. നമ്മൾ ദിവസവും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കളോട് ഒന്നിൽ മെസ്സേജ് അയച്ച് അല്ലെ അവരെ വിളിച്ച്, നമുക്ക് ഇപ്പം എല്ലാവർക്കും വാട്സപ്പ് ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാറുണ്ട്. നമ്മുടെ മെസ്സേജ് കൊണ്ട് നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജ് ആയിക്കോട്ടെ, ഏത് മെസ്സേജ് ആയാലും ഒരാൾക്ക് അതൊരു മോട്ടിവേഷനാണ്, അത് അവരെ തളർത്തുന്നതാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ അത് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻ തുടങ്ങുമ്പോൾ തന്നെ സ്റ്റീഫൻ കോവേ പറയുന്നത് ഇടപാടുകൾ നമ്മൾ നിർമ്മിക്കുകയും നിലനിർത്തുകയും ചെയ്യണം. അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കൽ പരിചയപ്പെട്ടു, സന്തോഷമായി, നമ്പർ കിട്ടി, നമ്മൾ വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അവരെ വേദനിപ്പിക്കുന്നതോ ദുഃഖിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്തുന്നതുമായ കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ അയക്കുകയോ ചെയ്യാതെ അവരെ സ്നേഹിപ്പാനും കരുതുവാനും മര്യാദ കാണിക്കാനും ആത്മാർത്ഥത കാണിക്കാനും സ്നേഹം കാണിപ്പാനും, ഇത് തന്നെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ഇത് നമ്മൾ ചെയ്യാനായിട്ട് നമുക്കിടയാകണം. അതാണ് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞത്, നമ്മൾ ആരും ഐലൻഡ് അല്ല, നമ്മളെല്ലാം ഒരു സാമൂഹിക ജീവിയാണ്, അല്ലെ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത്, ഒരു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ആരംഭിക്കണം. ഇന്നു മുതൽ ഇതിനകത്ത് തന്നെ പലരെ പരിചയമില്ലാത്തവർ കാണും. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ
ഒരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. ഈ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അതിലേക്ക് നമുക്ക് പണം ഇടാം, വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്ത് ചിലപ്പോൾ കടമായി മാറും. മൈനസിൽ വന്നു കഴിഞ്ഞാൽ അത് കടമായിട്ട് ശേഷിക്കും. അതുകൊണ്ട് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം. നമ്മൾ വ്യക്തിഗതവും പൊതുവുമായ ലാഭത്തിനായിട്ട് അവരുടെ കൂടെ നല്ല ബന്ധത്തിലായിരിക്കണം. മറ്റുള്ളവരോട് നമ്മൾ ബന്ധം കൂടുമ്പോൾ വളരെ ജാഗ്രതയോടെ ഹാൻഡിൽ വിത്ത് കെയർ. നമ്മൾ ചില ഗ്ലാസ് ഐറ്റംസ് ഒക്കെ വരുമ്പോൾ അതിന്റെ പുറത്ത് വലിയ അക്ഷരത്തിൽ എഴുതും ഹാൻഡിൽ വിത്ത് കെയർ. മനുഷ്യനുമായിട്ടുള്ള ഈ നമ്മൾ പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ ആളുകളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് സ്നേഹപ്രകടനം നടത്തുമ്പോൾ ഹാൻഡിൽ വിത്ത് കെയർ, അത് നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കുക. ഇനി നമ്മൾ മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവവചനം ഇതിനെക്കുറിച്ച് എന്തു പറയും? ദൈവത്തിന്റെ വചനം അല്ലെ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇതിലെന്താണ് കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും എന്താണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്? ഇന്നത്തെ യുഗം നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. പഠിക്കാൻ വരുന്ന കുട്ടികൾക്കെല്ലാം AI കോഴ്സ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ AI ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് മറുപടി നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഡോക്ടർമാർ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ പോലും AI ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ രോഗലക്ഷണം പറഞ്ഞാൽ മതി. മാത്തമാറ്റിക്സിലെ ഒരു പ്രോബ്ലം അറിയാൻ വയ്യാത്ത ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൽ കൊടുത്താൽ മതി, കറക്റ്റായിട്ട് അതിന് ആൻസർ ലഭിക്കും. ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒന്നും പിള്ളേർക്ക് വേണ്ട. പിള്ളേർ നോട്ട് എഴുതിയെടുക്കുക, ചിലരൊന്നും എഴുതത്തില്ല. പെൺകുട്ടികൾ പോലും എഴുതാറില്ല. ആൺപിള്ളേർ നല്ല പഠിക്കുന്ന പിള്ളേരൊക്കെ ചെയ്യുന്നുണ്ട്. ചിലർ അവർ വീട്ടിൽ പോയിരുന്ന AI ചോദിച്ചാല് അതിലൊക്കെയാണ് അവർ കൂടുതൽ ഓൺലൈനിൽ നിന്നുള്ള ആണ് പഠിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പം പേരൻസിനോട് പറഞ്ഞു നിൽക്കാം, ഞാൻ ഇത് പഠിക്കുകയാണ്, മൊബൈൽ ഉപയോഗിച്ച് പഠിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ സാഹചര്യത്തിൽ സാമൂഹിക ജീവിതവും വ്യക്തിഗത ബന്ധങ്ങളും മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. വ്യക്തികൾ മറ്റുള്ളവരുമായി ആരോഗ്യപരവും അർത്ഥപൂർണവുമായ ബന്ധങ്ങൾ വളർത്താൻ ഈ മാർഗനിർദ്ദേശങ്ങൾ വേദപുസ്തകം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ വ്യക്തമായി പഠിച്ചാൽ ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന അനേക സത്യങ്ങൾ, സ്നേഹം, ഉടനീളം കാണുന്ന ഒരു സത്യമാണ് സ്നേഹം. ദൈവത്തെ സ്നേഹിപ്പാൻ, അയൽക്കാരനെ സ്നേഹിപ്പാൻ, അതുപോലെ ദൈവത്തിന്റെ കൽപ്പനകളെ സ്നേഹിപ്പാൻ, എല്ലാം അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. ഒരിടത്ത് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് 2-3 കാര്യം പറഞ്ഞിട്ട് ഇവയിൽ വലുതോ സ്നേഹമാണ്. ഐക്യത്തോടെ നമ്മൾ പ്രവർത്തിക്കാൻ, വിശ്വാസികളിലുള്ള ഐക്യം. ഇന്ന് ഒരു കൂട്ടായ്മയിൽ തന്നെ ഐക്യമില്ലായ്മയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ബഹുമാനം, സാമൂഹിക ഇടപെടൽ പരസ്പര ബഹുമാനത്തോടെയും പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെയാണ് പലരും സംസാരിക്കുന്നത്. എന്തും സംസാരിക്കുക, പ്രതിപക്ഷ അല്ലെങ്കിൽ മറ്റുള്ളവരെ കരുതാനായിട്ട്. നാഷണൽ സർവീസ് സ്കീമിന്റെ ഒരു സ്ലോഗൻ ഉണ്ട്, നോട്ട് മീ ബട്ട് യു. യുവർ നീഡ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ മൈ നീഡ്. നാഷണൽ സർവീസ് സ്കീമിന്റെ ഞാൻ 2-3 വർഷം അതിന്റെ പ്രോഗ്രാം ഓഫീസറായിട്ട് പ്രവർത്തിച്ചതാണ്. നമുക്ക് നമ്മുടെ വേദപുസ്തകം അത് തന്നെ പറയുന്നത്, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യമാണ് പൗലോസ് പറയുന്നത്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ. ഇന്ന് എത്ര ബഹുമാനമുണ്ട്. നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ളവരെ ജൂനിയേഴ്സ് എങ്ങനെ ബഹുമാനിക്കുന്നു? ആരെങ്കിലും എഴുന്നേറ്റ് നിൽക്കുമോ? ഒരു സീനിയറായിട്ട് ഒരാൾ കടന്നു വരുമ്പോഴോ എഴുന്നേൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടോ? അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെയും വേദപുസ്തകവും പഠിപ്പിക്കുന്ന അങ്ങനെ ചെയ്യാനായിട്ടാണ്. അവസാനമായിട്ട് 4-മത്തേതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കേണ്ടത്, നമ്മൾ ചില അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ബന്ധത്തിന്റെ ഉറപ്പിന് വേണ്ടി ആയുസ് പാലിക്കേണ്ടതിനായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത്, മറ്റുള്ളവരെ ശരിയായി അറിയുക. അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്. നമ്മളൊരു ടീമായിട്ട് പ്രവർത്തിക്കും. ഇപ്പം തന്നെ നമ്മുടെ ഈ ഫോറം,
ഈ ഫോറത്തിൽ ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് പ്രോപ്പർലി നമുക്ക് എല്ലാവരെയും അറിയാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഉള്ള അവസ്ഥയിൽ അവരെ അറിയാൻ സാധിക്കുന്നുണ്ടോ? റിമെമ്പർ ദ നെയിംസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ പേര് പറയാനായിട്ട് സാധിക്കുന്നുണ്ടോ? ആൻഡ് കോൾ ദം ബൈ ദർ നെയിംസ്, നമ്മൾ മറ്റുള്ളവരുടെ പേര് പഠിച്ചിട്ട് പേര് വിളിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പറ്റുന്നുണ്ടോ? വളരെ സ്നേഹത്തോടെ അവരുടെ പേര് വിളിക്കാനായിട്ട് സാധിക്കുമോ? ഇനി ഞാൻ SB കോളേജിലാണ് MSc ചെയ്തത്. അവിടെ ഒരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, മാത്യു പുളിക്കപ്പറമ്പിൽ എന്ന് പറഞ്ഞ അച്ഛൻ. അച്ഛനെ കുറിച്ച് പറയുന്നത്, അച്ഛൻ ഓരോ മുഴുവൻ പേരും പറയുകയില്ല, മാത്യു, എന്നെ കാണുമ്പോൾ മാത്യു, 4000 കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ ഓരോ വിദ്യാർത്ഥിയുടെയും പേര് അച്ഛൻ പഠിച്ചിട്ട് അവരെ കാണുമ്പോൾ മാത്യു, എന്നെ മാത്യു എന്നാണ് വിളിക്കുന്നത്. ഫുൾ നെയിം ഒന്നും വേണ്ട നമുക്ക്. അങ്ങനെ അച്ഛൻ പഠിച്ചു വെക്കുന്ന അത് ഒരു അപാര കഴിവാണ്. 4000 കുട്ടികൾ പഠിക്കുന്ന കോളേജ്, ഇപ്പോഴല്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് എല്ലാവരുടെയും പേര് പഠിക്കാനായിട്ട് അച്ഛന് സാധിക്കുന്നുണ്ട്. നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവരുടെ പേര് വിളിച്ച് അവരെ വളരെ സ്നേഹത്തോടെ അവരുടെ പേര് വിളിച്ച് നമുക്കവരെ ആശ്ലേഷിക്കാനായിട്ട് സാധിക്കുമോ? എൽഡേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രായമുള്ളവരെ അല്ലെ സുപ്പീരിയേഴ്സ് ആണെങ്കിൽ അവരെ നമുക്ക് ബഹുമാനിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അവരെ വെറും പേര് വിളിക്കാതെ എന്തെങ്കിലും ഒന്ന് അവരോട് ചേർത്ത്, സാറെന്നോ എന്തെങ്കിലും ഒന്ന് ചേർക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പൊ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതും നിലനിർത്തുന്നതും ഇത് വ്യക്തികളെ ശരിയായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ പോയിന്റാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യണം. കൺഗ്രാജുലേറ്റ് എ പേഴ്സൺ ഓൺ ഹിസ് സക്സസ്. നിങ്ങൾ ഈ ഫോറത്തിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് എൻകറേജ് ഹിം വെൻ ഹി ഈസ് ഡിസപ്പോയിന്റഡ്. അല്ലേ? അവര് സന്തോഷിക്കുമ്പോൾ അവരോടുകൂടെ സന്തോഷിക്കണം, ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കണം. ദിവസവും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. മറ്റുള്ളവർ സന്തോഷത്തിലും ദുഃഖത്തിലും നമുക്ക് പങ്കുചേരാൻ സാധിക്കണം. സന്തോഷത്തിൽ പോകണം, അതുപോലെ തന്നെ ദുഃഖത്തിലും നമ്മൾ പങ്കുചേരണം. എപ്പോഴെങ്കിലും അവരോട് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട് നമുക്കിടയാകണം. അതിന്റെ ഒരു വാക്കാണ് എമ്പതി എന്ന് പറയുന്നത്. അതിന് കൃത്യമായ മലയാളം സഹാനുഭൂതി എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് എമ്പതി? നമ്മൾ വേദോത്സവം പഠിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തില് തിബരിയോസ് കടലിൽ നടക്കുന്ന ഒരു വലിയൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. 21-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ യേശുവിനെ സ്നേഹിച്ച ശിഷ്യന്മാര് ഞങ്ങൾ വീണ്ടും പഴയ പണിക്ക് പോകുന്നു എന്നും പറഞ്ഞ് യേശുവിനെ വിട്ടേച്ചു പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അവരെ ചേർത്തോണ്ട് വരുന്ന കഥ പറയുന്നുണ്ട്. അവരെ ആദ്യമായിട്ട് വിളിക്കുകയാണ്, നിങ്ങൾ വലവും വള്ളവും ഒക്കെ വിട്ടേച്ച് മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവിന്റെ പുറകെ പോയി. ഇപ്പോൾ കർത്താവ് ക്രൂശിലായിരിക്കുന്ന സമയത്ത്, ക്രൂശിക്കപ്പെടുന്ന സമയത്ത്, അടക്കപ്പെടുന്ന സമയത്ത് അതൊക്കെ കഴിഞ്ഞ് അവര് വീണ്ടും മീൻ പിടിക്കാൻ പോവുകയാണ്. കാരണം അവരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ ദുഃഖത്തിൽ അവര് ദുഃഖിച്ചിരിക്കുന്ന സമയമാണ്. അവരുടെ അരുമനാഥൻ അല്ലെ അവരുടെ ഗുരു അവരിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥ അവര് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. അവരെ ചേർത്ത് നിർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. എമ്പതി, അവരായിട്ട് തന്നെ കാണാനായിട്ട് കർത്താവിന് സാധിച്ചു. ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ നമ്മളെ ഇതുപോലെ അവൻ അങ്ങോട്ട് ചെല്ലട്ടെന്ന് പറയും. കർത്താവിനത് പറയാൻ പറ്റുമോ? കർത്താവ് അവരെ തേടി ചെല്ലുകയാണ്. അവർ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ലെന്ന് അവര് പറയുന്നു. വലതുവശത്ത് വല വീശാൻ പറയുന്നു, വല വീശി വരുത്ത മീൻകൂട്ടം കിട്ടുന്നു, കയറി വരാൻ പറയുന്നു. അപ്പോഴാണ് കനലിന്മേൽ അടയിരിക്കുന്നതും വറുത്ത മീനും കാണുന്നു. ഞാൻ പറയാൻ വന്നത്, നമ്മുടെ ബന്ധങ്ങളിൽ അവിടെ വേണേ ബന്ധം അറ്റുപോകാം. കർത്താവ് പക്ഷേ അവരെ തേടി ആ കടൽക്കരയിൽ ചെല്ലുകയാണ്. അതിന് മുന്നത്തെ പോർഷൻ നമ്മൾ വായിക്കുമ്പോൾ തോമസ് ഇല്ലാഞ്ഞ ഒരു സമയത്ത് യേശു ചെല്ലുന്നു. തോമസ് പറഞ്ഞു, ഞാൻ കണ്ടിട്ടേ വിശ്വസിക്കുകയുള്ളൂ എന്ന്.
അത് കഴിയുമ്പോൾ തോമസിന്റെ അടുക്കല് യേശു പ്രത്യക്ഷപ്പെട്ട് തോമസെ നിന്റെ വിരൽ ഇങ്ങോട്ട് ഇടാൻ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവര് വീണ്ടും തിരിച്ച് പഴയ പണിയിലേക്ക് പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് അവിടെ ഓടിച്ചെല്ലുകയാണ്, അവരെ ചേർക്കുകയാണ്. ഗ്രേറ്റ് കമ്മീഷൻ, അവർക്ക് വലിയൊരു കമ്മീഷൻ പത്രോസിന് കൊടുക്കുകയാണ്. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് 3 തവണ ചോദിക്കുകയാണ്. നിനക്ക് അല്പമെങ്കിലും എന്നോട് സ്നേഹമുണ്ടോ എന്ന് ഏറ്റവും താണ സ്നേഹം ചോദിച്ചു. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മറ്റുള്ളവരെ ചേർത്ത് നിർത്താനായിട്ട് കർത്താവിന്റെ ഈ മാതൃക നമുക്കും ചെയ്യാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഞാൻ ഒന്നാമതായിട്ട് പറയാൻ ആഗ്രഹിച്ചത്. എമ്പതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എമ്പതി എന്ന് പറഞ്ഞാൽ സിമ്പതി അല്ല. നമ്മൾ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ മനസ്സിലാക്കുക, എന്നിട്ട് അവരെ ചേർത്ത് നിർത്തുക. രണ്ടാമത് പറയുന്നത്, ഒരു ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുക. ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വരുന്ന കുഴപ്പങ്ങൾ വേറെ പലതായിരിക്കും. ഞാൻ അതിന് ഒരു ഉദാഹരണം പറയാം. ഡോക്ടർമാരായിട്ടുള്ള ദമ്പതികൾ അവരുടെ 25ാം വിവാഹ വാർഷികം ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. രണ്ടുപേർക്കും സമയമില്ല. രാവിലെ ഒരു ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ വൈകിട്ട് വന്നിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിക്ക് വേണ്ടി പോകുന്നു. വൈകിട്ട് വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നും പറഞ്ഞ് അവര് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഭർത്താവാണ് ഓർഡർ ചെയ്യുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു, ഇഡ്ഡലി ഓർഡർ ചെയ്തു. രണ്ടുപേരും കഴിച്ചിട്ട് രണ്ടുപേരുടെയും ജോലി രണ്ട് സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷേ ഈ ലേഡി ഡോക്ടർ പോയത് നേരെ ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് അദ്ദേഹത്തോട് പറയുകയാണ്, ഇദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 25 വർഷം ഒന്നിച്ച് ജീവിച്ച ആ മനുഷ്യനോട് ഇനി ഞാൻ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇയാൾ 25 വർഷം ഒരുമിച്ച് താമസിച്ചിട്ടും എന്റെ ഇഷ്ടങ്ങളെ ഗവനിക്കാത്ത ഒരാളാണ്. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഇഡ്ഡലി രാവിലെ എന്നോട് ചോദിക്കാതെ എന്ന് പറഞ്ഞാൽ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. എന്നെങ്കിലും എന്നോടൊന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം വാങ്ങിച്ചു തരാൻ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് രണ്ടുപേരും എന്നെ തീറ്റിച്ചു എന്നാണ് അവര് ഒരിടത്ത് എന്ന് മതി, ഒന്നിച്ചുള്ള ജീവിതം മതി എന്ന് പറഞ്ഞ് അവര് ഡിവോഴ്സിന് വേണ്ടി തയ്യാറാകുക. എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്താ? ചെറിയ പ്രശ്നമാണ്. ഞാനതാ പറഞ്ഞ, ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ബന്ധം വഷളായി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മളോട് ഇടപെടുന്നവരോട് ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ആത്മാർത്ഥത കാണിക്കാനായിട്ട്, അവരുടെ കൂടെ വിശ്വാസത്തിലെടുക്കാനായിട്ട്, അവരെ കൂടെ നിങ്ങളിപ്പോൾ ഈ ഫോറത്തിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല, വലിയൊരു സമൂഹമുണ്ട്. എനിക്ക് ഇതിന്റെ ബ്രോഷർ പല സ്ഥലത്തുനിന്ന് എനിക്ക് പലരും അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം എൻ്റെ മെമ്പേഴ്സ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ, ഇതുപോലെ 100 കണക്കിന് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വേണേൽ എന്നോട് പറയാൻ കാണും. ഞാനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചത്, ചെറിയ കാര്യത്തിന് വേണ്ടി പിണങ്ങുന്ന ഒരു ലോകമാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്, നിസ്സാര കാര്യത്തിനാണ്. മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും സ്പഷ്ടമാക്കുക. ക്ലാരിഫൈ യുവർ എക്സ്പെക്ടേഷൻസ്. ചിലർക്കിത് നമ്മൾ പറയുന്നത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ സമാധാനത്തോടെ ഇരുത്തി മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മുടെ പ്രവർത്തനം എന്താണ്, ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അതിനെ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും നല്ലതായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുന്ന ശമരിയ സ്ത്രീയും യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു സംഭാഷണം. അത് പല പാട്ടിന്റെ രൂപേണയൊക്കെ ഇറക്കിയിട്ടുണ്ട്, നമ്മളതെല്ലാം പാടുന്നതാണ്. യേശുവിന്റെ സംഭാഷണം ഏത് രീതിയിലാണ്, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്? ആ ശമരിയക്കാരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, യഹൂദനും ശമരിയക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആ സ്ഥലത്തൂടെ പോകേണ്ട കാര്യമില്ല. യേശുക്രിസ്തു അവിടെ പോയത് തന്നെ ആ പട്ടണത്തെ രക്ഷിക്കാനാണ്. അത് നമ്മൾ പിന്നെ വായിക്കും. അപ്പൊ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം, ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ടോ
ചിലപ്പോൾ ക്ലാരിഫിക്കേഷൻ കിട്ടാതെയോ അവരത് വേറെ രീതിയിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വേറെ രീതിയിൽ അത് പ്രവർത്തിക്കാൻ ഇടയായിട്ടുണ്ടോ നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, സ്പഷ്ടമായിട്ട് പറയണം, ക്ലിയറായിട്ട് അവരെ ഇരുത്തി മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇടയാകണം. അതുകൊണ്ട് ആ രീതിയിലേക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. നമ്മൾ പഠിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മൾ വേദപുസ്തകത്തില് ഒരു ദമ്പതികൾ അവരെ ഒരു പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അധികം അറിയത്തില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് വേണ്ട അതിനകത്ത് അത് അങ്ങനല്ല, അദ്ദേഹം കുറച്ച് കാര്യം യേശു സ്നാനപ്പെടുന്നവരെയൊക്കെയുള്ള അറിയാം, ബാക്കി കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹത്തെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കൊരിന്ത്യ ലേഖനത്തില് അപ്പോസ്തലരുടെ പ്രവൃത്തികളൊക്കെ വായിക്കുന്നുണ്ട്. ആ മനുഷ്യന് ഒരു ഫീലിംഗും ഇല്ലായിരുന്നു. ഈ ദമ്പതികൾ കൊണ്ടുപോയി കർത്താവിനെ ഇദ്ദേഹത്തിന് കൂടുതലായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തു. നമ്മളെ ആരെങ്കിലും അങ്ങനെ പഠിപ്പിക്കാൻ വന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? പ്രത്യേകിച്ച് ഞങ്ങൾ അധ്യാപകരായി ഞങ്ങളെ വേറൊരു അധ്യാപകൻ പഠിപ്പിക്കാൻ വരുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ എത്ര കണ്ടതാന്ന് നമ്മൾ പറയും. ഞങ്ങൾ അങ്ങനെ ഇപ്പൊ നമുക്കൊരു മീറ്റിങ്ങും കോൺഫറൻസും ഒക്കെ വെക്കും. അപ്പൊ ഇത് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഇതാണ്, നമ്മുടെ ആശയവിനിമയം മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകരുത്. നമ്മുടെ ആശയവിനിമയം ഒരു ബന്ധത്തിന് ഓക്സിജൻ പോലെയാണെന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. നാലാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്റഗ്രിറ്റി പാലിക്കുക, അല്ലെങ്കിൽ കീപ്പ് ഇന്റഗ്രിറ്റി. എന്താ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്? വേദപുസ്തകം പഠിപ്പിക്കുന്ന പോലെ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇതിനകത്ത് നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലം എന്നാണ് അവിടെ പറയുന്നത്. ഫലമോ ഒരു ഫ്രൂട്ടാണത് എന്ന് പറഞ്ഞ പോലെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് പല മൂല്യങ്ങൾ ചേർന്നാണ്. വിശ്വസ്തത, വിശ്വാസ്യത, ആർജവം, സത്യസന്ധത, വാക്ക് പാലിക്കൽ, സുതാര്യത. നമ്മുടെ വാക്കുകളിൽ ഇത് സുതാര്യതയുണ്ടോ? നമ്മൾ പറയുമ്പോൾ വിശ്വാസ്യതയുണ്ടോ? നമ്മളെ വിശ്വാസത്തിൽ ആളുകൾ എടുക്കുമോ? നീതിബോധത്തോടാണോ, ഉത്തരവാദിത്വ ബോധത്തോടാണോ നമ്മൾ സംസാരിക്കുന്നത്? ഇതൊക്കെയും ചിന്തിക്കാനായിട്ട് നമുക്ക് ഒരു അവസരമാകട്ടെ. ചിലര് വേദോത്സവം പഠിപ്പിക്കുന്ന പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇതൊന്നും ആകരുത്, ചേർച്ചയില്ലാത്തൊന്നും ആകരുതെന്നാണ് പൗലോസ് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് വെറും നിസ്സാരമായ രീതിയിലാണോ പറയുന്നത്? അത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ വാക്കുകൾ നമ്മൾ ഉത്തരവാദിത്വ ബോധത്തോടെ, സത്യസന്ധതയോടുകൂടെ. അതിന് ഒരു ഉദാഹരണം പറയാം, സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ബേക്കറി ഉടമ ഒരു പാവപ്പെട്ട കൃഷിക്കാരനും കൂടെ ഉള്ള ഒരു ചെറിയ കച്ചവടം ഉണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കഥ പറയുന്നത്, കൃഷിക്കാരൻ വെണ്ണ ഈ ഇദ്ദേഹത്തിന് കൊടുക്കും, ബേക്കറി ഉടമയ്ക്ക് കൊടുക്കും. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉള്ള വെണ്ണയാണ് കൊടുക്കുന്നത്. ഇവിടുന്ന് ചിലപ്പോൾ റസ്കോ ബിസ്ക്കറ്റോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം പോകും, റസ്ക് വാങ്ങിച്ചുകൊണ്ട് പോകുമായിരിക്കും. വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് ഈക്വലന്റ് ആയിട്ടുള്ളത് ഇപ്പൊ 1/2 കിലോ ആണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ അത് ഇവിടെ 1/2 കിലോ വെണ്ണ കൊണ്ട് കൊടുക്കും. അപ്പൊ ഒരിക്കല് ഈ ഉടമയ്ക്ക് ഇതിനകത്തൊരു സംശയം തോന്നി, വിശ്വാസ്യത നഷ്ടപ്പെട്ട് ഇത് 1/2 കിലോ തന്നെ ഉണ്ടോ എന്നൊന്ന് തൂക്കി നോക്കാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹം തൂക്കി നോക്കിയപ്പോൾ കുറവുള്ളതായി കണ്ടു. ഈ കൃഷിക്കാരനെ വിളിച്ചു, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിങ്ങൾ 1/2 കിലോ തരുന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും കുറവായിട്ട് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം പറയുന്നത്, സഹോദര, എനിക്ക് തെറ്റുപറ്റിയതല്ല, ഞാൻ ഇവിടുന്ന് റസ്ക് കൊണ്ടുപോകുന്നുണ്ട്, 1/2 കിലോയുടെ റസ്ക് ഞാൻ കൊണ്ടുപോകും. അത് എനിക്ക് തൂക്കാനുള്ള, അല്ലെങ്കിൽ അത് തൂക്കി നോക്കാനുള്ള മാർഗമില്ല. ഇത് ഒരു തട്ടിൽ വെക്കും, മറ്റേ തട്ടിൽ വെണ്ണയും വെക്കും. ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള വെണ്ണ നിങ്ങൾ 1/2 കിലോ എന്ന് അതിൽ എഴുതിയിട്ട് 500 ഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട്, ഞാനും 500 ഗ്രാമാ തരുന്നത്, അങ്ങനെ പറ്റിപ്പോയതാന്ന് പറഞ്ഞു. അന്നേരമാണ് ഈ ഹോട്ടൽ ഉടമ ഈ ബേക്കറി ഉടമയ്ക്ക് കാര്യം മനസ്സിലാകുന്നത്. അവർ 500 എഴുതിയാലും കൊടുക്കുന്നത് 400, 450, 460 വല്ലായിരിക്കും. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മുടെ വാക്ക് പറഞ്ഞാൽ നമ്മൾ പാലിക്കുന്നവരായിരിക്കണം, ബന്ധങ്ങൾ നിലനിൽക്കുന്നതായിരിക്കണം. നമ്മൾ ഒരു വിശ്വാസ്യതയ്ക്ക് എപ്പോഴേലും ഒരു മങ്ങലം ഉണ്ടായാൽ
അന്നേരമേ നമ്മൾ അവിടെ വെച്ച് താഴെ നമ്മുടെ ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോകും. വിശ്വാസ്യതയ്ക്ക് എപ്പോഴെങ്കിലും നമ്മുടെ വിശ്വാസ്യതയ്ക്ക് ഒരു മങ്ങലേൽപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിലും മറ്റുള്ളവരുടെ വിശ്വാസ്യതയ്ക്ക്, ഇപ്പൊ ഞാൻ ഇവിടെയൊക്കെ പ്രസംഗിച്ചു, നിങ്ങളെല്ലാം കേട്ടു, എത്ര പേര് കേട്ടെന്ന് ഞാൻ നോക്കിയില്ല, കുറെ പേര് കേൾക്കുന്നുണ്ട്. ഞാനൊരു ഈ സാറിനെ വേറൊരു രീതിയിൽ അല്ലെങ്കിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നു കണ്ടാൽ നിങ്ങൾ ഉടനെ തീർച്ചയായിട്ടും നിങ്ങൾ പറയും, ഇദ്ദേഹം വലിയ കഴിഞ്ഞ ദിവസം നമ്മുടെ വിശ്വാസ്യതയും നമ്മുടെ സത്യസന്ധതയും ഇന്റഗ്രിറ്റിയും ഇതൊക്കെ പ്രസംഗിച്ചത് ദാണ്ട് ഇവിടെ അദ്ദേഹം വീണ്ടും ദണ്ടിങ്ങനായിരിക്കുന്നു എന്ന് പറയാനിടയാവും. നമ്മുടെ ജീവിതത്തിൽ അവസാനമായിട്ട് തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുക. നമുക്ക് സാധിക്കുന്നുണ്ടോ? തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കാൻ പറ്റുമോ? ക്ഷമ ചോദിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ? ഒരാളോട് സോറി എന്ന് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, എന്നാലും ഞാൻ അറിയാതെ ചെയ്തു പോയി, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചല്ല, അത് കൃത്യമായി മനസ്സിലാക്കി അവരോട് മനഃപൂർവ്വം ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് ക്ഷമ ചോദിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുക. അപ്പൊ തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുക. അപ്പോളജൈസ് വെൻ ഇറ്റ് ഈസ് നീഡ്. ചിലരിത് മുതലെടുക്കും. അദ്ദേഹം പാവമാണ്, അദ്ദേഹം എല്ലാം ഇങ്ങനെ ക്ഷമ ചോദിക്കുന്നത്, സാധുവായ മനുഷ്യൻ നമ്മളെ കളിപ്പിക്കാനായിട്ട് വരും. അതൊരിക്കലും നമുക്കിടയാകരുത്. അപ്പൊ ഞാൻ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നത്, കൺക്ലൂഷനായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവരെ നന്നായി അറിയുക. ഞാൻ വിൽസൺ സാറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിനെ ഞാൻ ഫോൺ ചെയ്യും, പല കാര്യങ്ങൾ ചോദിക്കും. കരിമ്പന്നൂർ എന്ന അദ്ദേഹത്തിന്റെ വീട്ടുപേരാ. അപ്പൊ ഞാൻ ചോദിച്ചു, കരിമ്പന്നൂർ ഇടയാറന്മുള കരിമ്പന്നൂരുണ്ട്, അവരുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഞാൻ 1-2 ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് മറുപടി, ചിലതിനൊക്കെ മറുപടി തന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, നന്നായി അറിയാനായിട്ട് സാധിക്കണം. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 80-85 പിള്ളേര് ഒരു ക്ലാസ്സിലുള്ള സമയത്താണ് പ്രീ ഡിഗ്രി പഠിപ്പിക്കുന്നത്. ഒരു കുട്ടി സ്ഥിരമായിട്ട് 2 ദിവസം വന്നാൽ പിന്നെ 4 ദിവസം അവനെ കാണുകയില്ല, പിന്നെ 2 ദിവസം വരും, പിന്നല്ലേ 3 ദിവസം വരും. ഇങ്ങനെ റെഗുലർലി ഇറഗുലർ ആയിരുന്നു ആ പയ്യൻ. അപ്പൊ അവനെ ക്ലാസ്സിൽ വഴക്ക് പറയും. ഞാൻ ക്ലാസ് ടീച്ചറാണ്, വഴക്ക് പറയണം, ക്ലാസ്സിൽ വരാതെ എന്ത് ചെയ്യാൻ, അറ്റൻഡൻസിൽ പരീക്ഷ എഴുതാൻ ഒക്കെയില്ല. ഒരു ദിവസം അവന്റെ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിച്ച് ഞാൻ അവന്റെ വീട് ചാലാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. ചാലാപ്പള്ളി ചെന്നപ്പോൾ അവന് പിറ്റേ ദിവസം കോളേജിൽ വരാനുള്ള മുണ്ട് നനച്ച് ഇട്ടിരിക്കുകയാണ്. അവന്റെ അമ്മ പറഞ്ഞു, സാറേ ഇന്ന് അവിടെ വരാനുള്ള മുണ്ടില്ലായിരുന്നു. അത് 2 ദിവസം ഇട്ടു, അത് മുഷിഞ്ഞു, അതിപ്പോ നനച്ചിട്ടിരിക്കുകയാണ്, ഇനി ഇത് ഉണങ്ങിയിട്ട് വേണം അവൻ അടുത്ത ദിവസം വരാൻ. നമ്മൾ ക്ലാസ്സിലിരുന്ന് ഈ കുട്ടിയെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ആയിരിക്കുന്ന അവസ്ഥ, അവൻ ഏത് അവസ്ഥയിൽ നിന്നാണ് കോളേജിൽ വരുന്നത്, അവന് പഠിക്കാനുള്ള സാഹചര്യമുണ്ടോ? വീട്ടിൽ ചെന്നപ്പോൾ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് കാണാൻ സാധിച്ചത്. ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നേടാനാകുന്ന വിജയം ഉത്തരവാദിത്വം കാണിക്കുക, ആശ്രയിക്കാൻ കൊള്ളാവുന്നവരാണെന്ന വിശ്വാസം ജനിപ്പിക്കുക. ഈ സാറിനെ വിശ്വസിക്കാൻ കൊള്ളാം. മറ്റുള്ളവരെ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ പ്രചോദിപ്പിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുമോ? മറ്റുള്ളവരെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനായിട്ട്, മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. വിധേയത്വം ശീലിപ്പിക്കുക, മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് കൊണ്ട് തീരുമാനമെടുക്കുകയും പെരുമാറുകയും ചെയ്യുക, മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിൽക്കാനായിട്ട്. നമുക്ക് അതാണ് എമ്പതി എന്ന് പറയുന്ന വാക്ക്. മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാനായിട്ട്. പത്രോസിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് കർത്താവ് ചിന്തിച്ചത്. കർത്താവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കർത്താവ് ചിന്തിക്കാതിനെ ഒരിക്കലും പത്രോസിനെ കാണാൻ പോകത്തില്ലായിരുന്നു. പത്രോസിന്റെയും യോഹന്നാന്റെയും യാക്കോബിന്റെയും അല്ലെങ്കിൽ ആ മറ്റ് 7 ശിഷ്യന്മാരാണ് മീൻ പിടിക്കാൻ പോയത്, പിന്മാറ്റക്കാരായിട്ട് പോയത്. അവരിൽ ഒരാളായിട്ട് കർത്താവ് ചിന്തിച്ചു, അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. പിന്നീട് സംഭവിച്ചൊക്കെ നമുക്കറിയാം. ഒരു പ്രസംഗത്തിൽ 3000 പേര് വരെ മാനസാന്തരപ്പെടുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കർത്താവിനിടയായി. അവരൊക്കെയും പിന്നെ സുവിശേഷം ലോകം മുഴുവൻ ഘോഷിച്ചു. നമ്മളും വിശ്വസിക്കുന്ന അതാണ്. ഇന്ത്യയിലെ തോമസ് അപ്പോസ്തലൻ നന്നായിട്ട് വിശ്വസിക്കും.
അപ്പോൾ അവരായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് അവരോട് അവരോട് പെരുമാറാനായിട്ട് സാധിക്കണം. ക്ഷമ ഒരു വലിയ ഗുണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുകയും വേണം. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മൾ ഇടപെടുന്നിടത്ത് ക്ഷമിക്കാനും സഹിക്കാനും എല്ലാത്തിനും കയറി വഴക്കുണ്ടാക്കാതെ ക്ഷമയോടെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്കിടയാകണം. അത് നമുക്ക് ഒരു വലിയൊരു ഈ ബന്ധങ്ങളുടെ കെട്ടുറപ്പിന് ആവശ്യമായ ശീലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. ഒത്തിരി കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചില ചിന്തകളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിച്ച ഇതൊക്കെയാണ്. നമ്മൾ മറ്റുള്ളവരെ നന്നായി അറിയണം. മറ്റുള്ളവരെ അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവരെ ഉത്തേജിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മളെ വിശ്വാസത്തിൽ എടുക്കാനായിട്ട് മറ്റുള്ളവർക്ക് ഇടയാകണം. അതുപോലെ ക്ഷമ ഒരു വലിയ ഗുണമാണ് നമ്മൾ പഠിക്കുക. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ ഒരു വരികളോടെ ഇന്നത്തെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാനും നീയും ചേർന്ന്, നിങ്ങളും ഞങ്ങളും ചേർന്ന് രണ്ടാവുകയല്ല, നമ്മളെന്ന സുന്ദരമായ വലിയ ഒന്നാവുകയാണ്. ഈ ഒരു അനുഭവത്തിൽ ഐക്യത്തോടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നല്ല ഒരു ബന്ധം കെട്ടുപണി ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നല്ലവരായി ജീവിക്കാനായിട്ട് ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസ്ഥ ഒരുക്കി തന്ന ഈ ലൈറ്റൻ ടു ലൈറ്റൻ എന്നുള്ള ഈ പ്രസ്ഥാനത്തോട്, ഈ ഫോറത്തോട് നന്ദിയും കടപ്പാടും കരയേറ്റുന്നു. ജീവിതത്തിൽ ഈ ഒരു അനുഭവത്തിൽ ജീവിക്കാനായിട്ട് എബി സാറ് ധൃതി വെക്കുന്നു. എന്നാൽ പോലും ഇതിന് ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൊഫസർ ഡോക്ടർ മാത്യൂസ് എം ജോർജ് സാറിന്റെ മനോഹരമായ പ്രഭാഷണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ചിന്തോദ്ദീപകമായ ഒരു പ്രഭാഷണമാണ് സാറിൽ നിന്ന് ഉണ്ടായത്. നമ്മൾ സാമൂഹ്യ ജീവിതത്തിന്റെ ബന്ധങ്ങളിൽ ആകുമ്പോൾ എപ്രകാരമായിരിക്കണം വർത്തിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട സാറ് നമ്മളോട് പറയുകയുണ്ടായി. ഒറ്റപ്പെട്ട തുരുത്തുകളായി ജീവിക്കുക എന്നുള്ളതല്ല. അത് സ്വന്തം ജീവിതത്തിലാണെങ്കിലും ശരി, സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും ശരി, തുരുത്തുകളായി നമ്മിലേക്ക് തന്നെ ഒതുങ്ങുന്നവരായി മാറുക എന്നുള്ളതല്ല. മറിച്ച് നമ്മൾ സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വൈകാരികമായ അടുപ്പവും സ്നേഹവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മളുടെ ഒപ്പം ജീവിക്കുന്ന സഹജീവികൾ അവർ ആയിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് സിമ്പതിയല്ല എമ്പതിയാണ് ഉണ്ടാവേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട സാറ് തന്റെ പ്രഭാഷണത്തിലൂടെ പറഞ്ഞു. വേദപുസ്തകത്തിലെ ദർശനങ്ങളെയും അതിൻ്റെ യഥാർത്ഥ അർത്ഥതലങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് സാമൂഹിക ജീവിതവും വ്യക്തി ജീവിതവും തമ്മിൽ ഉണ്ടാവേണ്ടതായ ഒരു ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം നമ്മുടെ ഇന്നത്തെ സെമിനാറിലൂടെ പറയുകയുണ്ടായി. ഇനി നമുക്ക് ഈ വിഷയം സംബന്ധിച്ച് നമ്മളുടെ അഭിപ്രായങ്ങളും ചർച്ചകൾക്കും ഉള്ളതായ സമയമുണ്ട്. അതിനു മുമ്പായി അടുത്ത മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ലൈറ്റൻ ടു ലൈറ്റൻ സ്റ്റഡി ഫോറത്തിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട VI ജേക്കബ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. നമ്മുടെ 302ാമത് ലൈവ് വെബിനാർ ആണല്ലോ അടുത്ത വെബിനാർ. അത് അടുത്ത ശനിയാഴ്ച മെയ് 2-ാം തീയതി പതിവ് പോലെ വൈകുന്നേരം രാത്രി 8:30 മണിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും പ്രവേശിക്കാവുന്നതാണ്. വിശദാംശങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ്. അടുത്ത വെബിനാറിലേക്ക് ഏവരെയും വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയുമാണ് അടുത്ത വെബിനാറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. താങ്ക് യു VI ജേക്കബ് സാറ്. ഇനി നമുക്ക് ചർച്ചയ്ക്കുള്ളതായ അവസരമാണ്. ഈ ഫോറത്തിന്റെ ഒരു രീതി, ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ ചോദ്യങ്ങളോ ഇതിനോട് കോൺട്രിബ്യൂട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഹാൻഡ് റേസ് ചെയ്യണം. സിസ്റ്റത്തിൽ ഹാൻഡ് റേസ് ചെയ്യണം. അപ്പോൾ പേര് വിളിക്കും. ഓരോരുത്തരുടെ അഭിപ്രായങ്ങളോടും പ്രതികരണങ്ങളോടുമുള്ള വിഷയാവതാരകനായ മാത്യൂസ് എം ജോർജ് സാറിന്റെ പ്രതികരണം
ഓരോ ചോദ്യങ്ങൾ കഴിയുമ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പിന്തുടർന്നു വരുന്നതായ ഒരു രീതി. ആയതിനാൽ ഈ വിഷയത്തോട് പ്രതികരിക്കാൻ താല്പര്യമുള്ളവർ സിസ്റ്റത്തിൽ ഹാൻഡ് റേസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ആദ്യമായിട്ട് ഹാൻഡ് റേസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ബഹുമാനായ ഫിലിപ്പ് കല്ലട സാറാണ്. സാറിനെ പ്രതികരണത്തിനായി ക്ഷണിച്ചുകൊള്ളും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു എം ജോർജ് സാറിൻ്റെ പ്രഭാഷണം വ്യക്തിബന്ധങ്ങളെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള വിശദമായ പ്രഭാഷണം ശ്രദ്ധയോടുകൂടി കേട്ടു. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സമൂഹം എങ്ങനെയുള്ളതാണ്, എങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാണ്. അതിൽ എനിക്കൊന്ന് രണ്ട് സംശയങ്ങളുള്ളത് ചുരുക്കമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. ഒന്നാമത്, പണ്ട് കാലത്ത് ജനങ്ങൾ പരസ്പര ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതമോ ജാതിയോ ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല. ഇന്ന് വളരെ വിപൽക്കരമായ ജാതി പ്രശ്നത്തിലൂടെ ബന്ധങ്ങൾ അകന്നു പോവുകയാണ്. നിങ്ങൾ മറ്റൊന്ന് ഞങ്ങൾ മറ്റൊന്ന് എന്നുള്ളൊരു ചിന്ത എങ്ങനെയോ ഈ 2000-ന് ശേഷം നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും ഉള്ളിൽ അതുണ്ട്. പുറമേ പറയുന്നില്ലെങ്കിലും പരസ്പര സ്നേഹത്തോടുകൂടി ബന്ധപ്പെട്ട് ജീവിക്കുവാനോ പ്രവർത്തിക്കുവാനോ സംശയദൃഷ്ടിയോടുകൂടിയാണ് ഇന്ന് പലരും നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പള്ളി, നമ്മുടെ ആൾക്കാരെ, നമ്മുടെ അച്ഛനൊക്കെ നല്ലതാണ്, നമുക്കെല്ലാവരും അറിയാം, പരസ്പര സ്നേഹത്തിലൊക്കെ ജീവിക്കുക. എന്നാൽ ഈ അച്ഛനെ തൊട്ടടുത്തുള്ള അടുത്ത ആളോ അടുത്ത ജാതിയിൽപ്പെട്ടവരോ അറിയുന്നുണ്ടോ? അറിയുന്നില്ലെന്ന് മാത്രമല്ല, കാണുമ്പോൾ ഒരു സംശയദൃഷ്ടിയോടുകൂടി ഇവൻ മതം മാറ്റാൻ വരുന്നു, ഇവൻ അരി തരാൻ വരുന്നു, ഇവൻ വിദേശത്ത് നിന്ന് പണം വാങ്ങി ഉണ്ടാക്കുന്നു എന്നിങ്ങനെയുള്ള ചില ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരികയാണ്. ഈ ഒരു ദുഷിച്ച കാലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ദുഷിച്ച കാലത്ത് നമുക്ക് മറ്റുള്ളവരുമായി നമ്മുടെ സ്നേഹമോ വിശ്വാസ്യതയോ ആർജിക്കുവാൻ തക്കവണ്ണം എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും? ചെറുപ്പകാലത്ത് നമുക്കതൊക്കെ സാധിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. എന്നാൽ ഇത് ഇന്നിപ്പോൾ അകന്നകന്നു പോകുന്നൊരു കാലഘട്ടമായതുകൊണ്ട് ഇവരെ വീണ്ടും കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്നുള്ളത് എൻ്റെ ഒരു വലിയ ഭയാശങ്കയാണ്. അതിന് എനിക്ക് തോന്നുന്നു കാരണം ഇന്നത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയായിരിക്കാം. ഇങ്ങനെയുള്ള രാഷ്ട്രീയ നീക്കത്തിൽ നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ സ്വന്തം സഹോദരനായി സ്വന്തം സ്നേഹിതനായി ചേർത്ത് പിടിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഒന്നുകൂടെ സാറ് വിശദമാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. മാത്യു എം ജോർജ് സാറിന് ഈ വിഷയത്തോട് പ്രതികരിക്കാം. സാറ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഈ കാലങ്ങളിൽ പഴയ പോലെ എൻ്റെ പിതാവ് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞങ്ങളെ തൊട്ടടുത്ത വീട്ടിലൊരു നായർ തറവാട്, ഇടയാറുമുള നായർ തറവാട്ടില് 1-ാം തീയതി കയറുന്നത് മൊട്ടയ്ക്കലെ ജോർജ് വന്ന് കയറണം. നായന്മാരുടെ വീട്ടിൽ 1-ാം തീയതി കയറുന്നത് മൊട്ടയ്ക്കലെ ജോർജ് വന്ന് കയറണമെന്നായിരുന്നു അന്നത്തെ നാറാപിള്ള എന്ന അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ ആഗ്രഹം, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ. ഇന്നിപ്പോ 1-ാം തീയതി കയറാൻ നമുക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ രണ്ടാമത് അത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഞാൻ ഈ അടുത്ത കാലത്ത് നിങ്ങളെല്ലാം പത്രം വായിക്കുക ഇതൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ ഒരു MLA-യുടെ മുന്നിലേക്ക് BJP പ്രവർത്തകര് എന്തോ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് അവിടെ കയറി ചെന്നു. അദ്ദേഹം നേരെ ഇറങ്ങി അവരുടെ മധ്യത്തിലേക്ക് ചെന്നു. നിങ്ങളെല്ലാം കണ്ടു കാണും, ആ TV-യിലൊക്കെ ഉണ്ടായിരുന്നു. ചെന്ന് അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എനിക്ക് തോന്നുന്നത് അങ്ങ് മഞ്ഞുരുകുന്ന പോലെ ഉരുകി കാര്യം ഒന്നുമില്ലെന്നുള്ളതായി മാറിയെന്ന ഞാനത് അതിനകത്തൊന്ന് മനസ്സിലാക്കിയതാണ്. അപ്പൊ നമുക്ക് വേണേ ചെയ്യാന്ന് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ നേരിട്ട് എന്ന അരിയും പയറും കൊടുക്കുന്ന പരിപാടി ഇനി നടക്കുക അങ്ങനെ ഒക്കത്തില്ല. നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് അവരെ സ്നേഹിപ്പാനും, ഇപ്പൊ തന്നെ ഇവിടെ നമ്മുടെ നാട്ടില് ഇപ്പം ഞാൻ ഇടയാറുമുള മാലക്കര താമസിക്കുന്നിടത്ത് RSSന്റെ ഏറ്റവും വലിയൊരു പ്രവർത്തകനാണ് എൻ്റെ ഒരു സ്റ്റുഡന്റ്, എൻ്റെ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ഒരു സ്കൂളിലായിരുന്നു. നമ്മുടെ കോളേജിൽ ഒരു വേക്കൻസി വന്നപ്പോൾ ഞാൻ അതിന്റെ അച്ഛനോട് പറഞ്ഞു, അവിടെ ഒരു വേക്കൻസിയാണ്, ആ കുട്ടീനെ അവിടെ നല്ലതായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം MSc കമ്പ്യൂട്ടർ സയൻസുകാരിയാണ്.
ഇവിടെ ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ഈ സായിപ്പിന്റെ സ്കൂളിൽ പഠിപ്പിക്കുക. അത് ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ ഒരു അനുഭവം പറയാം. എനിക്ക് കൊണ്ടുപോയപ്പോൾ അവരുടെ ഒരു വിശ്വാസ്യത എനിക്ക് നേടാനായിട്ട് സാധിച്ചു. ഈ സാറ് അവരുടെ ചിലപ്പോൾ മനസ്സിൽ കാണുന്ന ഇവർ ക്രിസ്ത്യാനികളാണെന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ മനസ്സിൽ കാണുമായിരിക്കും. പക്ഷേ സാറ് ഒരു ക്രിസ്തീയ സ്ഥാപനത്തിൽ നമ്മളെ വിളിച്ചോണ്ട് പോയി എന്ന് ജോലി തന്നു എന്ന് പറയുന്നതിനകത്ത് അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്, അത് ആർക്കും നിഷേധിക്കാൻ ഒക്കത്തില്ല. ഞാൻ നടന്ന കാര്യം തന്നെ ഈ പറഞ്ഞത്. അപ്പൊ നമുക്ക് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലായിടത്തും ഒക്കത്തില്ല. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ പോയി നമ്മൾ ഇതുവല്ലം ചെയ്യാൻ പോയാൽ ഒന്നും നടക്കുകയില്ല. ചെയ്യാവുന്നതുകൊണ്ട് ചില മേഖലയിൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള മേഖലകളുണ്ട്. അങ്ങനെ അകന്നുപോയി, വൈഡായിപ്പോയി. നമ്മൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു കാലത്ത് ഇത് എല്ലാവരും കൂടെ ഒന്നിച്ച് കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് നടക്കുകയില്ല. അത് ആ രീതിയിലായി പോയി. അങ്ങനെ ചിന്തിക്കുന്നവരും അല്ലാത്തവരും ഉണ്ട് കേട്ടോ, അല്ലാത്തവരും ഒത്തിരി പേരുണ്ട്. അങ്ങനെ അങ്ങായിപ്പോയി. ഫിലിപ്പ് സാറിന് ഇനി എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഫിലിപ്പ് സാറേ, കല്ലട അനുഭവത്തില് ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജിലെ തമിഴ്നാട്ടിലാണ്. അവിടെ മുസ്ലിങ്ങളെ കൂടുതൽ കുട്ടികളെ. ആ കുട്ടികളൊക്കെ ഒരു കാലത്ത് വളരെ സ്നേഹത്തോടു കൂടി എന്നോട് ഇടപെട്ടവർ ഒടുവിലായപ്പോൾ പുതിയ പുതിയ ബാച്ച് വന്നപ്പോൾ അവരൊക്കെയും വിഘടനവാദത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും തിരിഞ്ഞ് കോളേജിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. അത് ഹിന്ദുക്കളുടെ കോളേജായിരുന്നു. എന്നിട്ട് പോലും ആ കുട്ടികളെ സസ്പെൻഡ് ചെയ്യാതെ കൊണ്ട് നിലനിർത്തുവാൻ ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ടും അവരുടെ അക്രമം കൂടി അവരെല്ലാം സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ എന്നിട്ട് അവരെല്ലാം SDPI എന്നൊക്കെ പറയുന്ന വളരെ മോശമായ സംഘടനകളിലേക്കാണ് പിന്നെ പ്രവർത്തനം പോയത്. എല്ലാവരും കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ ആയിത്തീർന്നത് ഈ മറ്റു മതങ്ങളുടെ പ്രത്യക്ഷമായ ഉപദ്രവം കൊണ്ടാണെന്നാണ് അവർ പലരും എന്നോട് പറഞ്ഞത്. പരസ്പരം സ്നേഹിക്കുന്നതിനുള്ള ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് അവിടെ ഉണ്ടായത്. ഇന്നിപ്പോൾ സമൂഹത്തിലെല്ലാം അത് പടർന്നിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ ചെറിയൊരു ഗ്രാമത്തിൽ പോലും ജാതി നോക്കി, പേര് നോക്കി മറ്റുള്ളവരെ സ്നേഹിക്കുകയോ ദേഷിക്കുകയോ ചെയ്യുന്ന ഒരു അനുഭവമാണുള്ളത്. ഇതിനെതിരായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ ആരും മുൻപോട്ട് വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സങ്കടം. സാറിന് പ്രതികരണമൊന്നുമില്ലല്ലോ മാത്യു സാറിന് ഈ വിഷയത്തോട്? ആ വിഷയം ഞാൻ പറഞ്ഞത് ശരിയാ, സാർ പറയുന്ന ഫാക്ടറാണ്. നമുക്കത് നിഷേധിക്കാൻ ഒക്കെയില്ല. നമുക്കത് നിഷേധിക്കാൻ ഒക്കുന്നില്ല, അതൊരു ഫാക്ടറാണ്. ഓക്കെ, അടുത്ത ചോദ്യം അടുത്ത പ്രതികരണത്തിനായി ചെറിയാൻ സാറിനെ ക്ഷണിക്കുന്നു. ഡൽഹിയിൽ നിന്നുള്ള ചെറിയാൻ സാർ. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല ക്രിസ്തീയ പ്രഭാഷണം മാത്യു സാറിൽ നിന്ന് കേട്ടു. പ്രത്യേകിച്ച് വ്യക്തിബന്ധങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ കാലയളവിൽ വ്യക്തിബന്ധങ്ങളും സാമൂഹ്യ ബന്ധവും എന്നുള്ള വിഷയം വളരെ പ്രസക്തമായി സാറ് അവതരിപ്പിച്ചു. എന്നാൽ എനിക്ക് മനസ്സിലുണ്ടായിരുന്ന ചില സംശയങ്ങളുടെ ഉത്തരം സാർ ഇപ്പം തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ കലുഷിതമായ ഈ രാഷ്ട്രീയ മതസ്പർദ്ധ വളർത്തുന്ന ഈ കാലയളവിൽ നോട്ട് മീ ബട്ട് യു എന്നുള്ള ആ ഒരു സിദ്ധാന്തം നമുക്ക് എങ്ങനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ സാധിക്കും? എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടെ ചില കാര്യങ്ങൾ ഇപ്പം ഈ അടുത്ത സമയങ്ങളിലൊക്കെ കടന്നു പോകുന്നത് നോക്കുമ്പോൾ, ഇവിടെ പാഞ്ചജന്യ ഭാരതം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിനകത്ത് കേരളം തൊട്ട് ഇന്ത്യയിലെ എല്ലാ കോസ്മോപൊളിറ്റൻ സിറ്റിയിൽ നിന്നുള്ള ബോംബെയിൽ നിന്നുള്ള പല ആൾക്കാരുണ്ട്. ഡൽഹിയിൽ നിന്നും പല ക്രിസ്ത്യാനികൾ വളരെ അപൂർവമാണ്. എനിക്ക് തോന്നുന്നു ഞാനും ഇവിടെ ഡൽഹിയിൽ നിന്നുള്ളതിൽ അനിൽ തോമസ് അച്ഛന് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അവരുടെ വാർത്തകൾ അതിനകത്തിൽ ഏതാണ്ട് 1200ഓളം അംഗങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്തിൽ ദൈനംദിനം വരുന്ന വാർത്തകൾ ഹിന്ദു ഏകീകരണം, അതായത് ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പോലും അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിലുള്ളൊരു പ്രചരണം നടത്തുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും, 90കളിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ക്ലോസ്ഡ് റെസിഡൻഷ്യൽ കോംപ്ലക്സിലായിരുന്നു. അപ്പോൾ അതിനകത്തിൽ അവിടെ താമസിക്കുന്നതിൽ ഗവൺമെൻറ് ഫ്ലാറ്റ്സ് ആയിരുന്നു. അതിനകത്തിൽ ഏതാണ്ട് 30ഓളം ക്രിസ്ത്യൻ ഫാമിലീസ് ഉണ്ടായിരുന്നു, വിവിധ മതത്തിൽപ്പെട്ട വിവിധ സമുദായത്തിൽപ്പെട്ടവർ. അതോടൊപ്പം 8-9 ഹിന്ദുക്കളും ഉണ്ടായിരുന്നു. അപ്പം അവിടെ ക്രിസ്ത്യാനികൾ അവരുടെ പ്രെയർ ഗ്രൂപ്പ് ഏതെങ്കിലും മാർത്തോമയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഓർത്തഡോക്സിൻ്റെയോ ഒരു ഹോളിൽ വെച്ചാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ അവിടെയുള്ള ഹിന്ദുക്കളും എല്ലാം വന്ന് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും പോകും.
അങ്ങനെ ഇരിക്കെ ഞാൻ അവരോട് തന്നെ ചോദിച്ചു, നിങ്ങളും എന്തുകൊണ്ട് നിങ്ങളുടെ ഈ ഈ പ്രത്യേകിച്ച് അയ്യപ്പ പൂജയൊക്കെ നടത്തുന്ന ആ ഒരു കാലയളവിൽ എന്തുകൊണ്ട് നിങ്ങൾക്കും ഒരു കൂട്ടായ്മ ആയിക്കൂടാ എന്ന് ചോദിച്ചും പറഞ്ഞു, അച്ഛൻ ഇതിൻ്റെ നേതൃത്വം വഹിക്കുകയാണെന്നുണ്ടെങ്കിൽ വരാം. ഞാൻ പറഞ്ഞു, എനിക്കിതിൻ്റെ പൂജാവിധികളൊന്നും അതിനകത്ത് ഞാൻ ഇൻവോൾവ് ആവാൻ ആഗ്രഹിക്കുന്നില്ല. അത് സെറ്റപ്പ് വേണമെന്നുണ്ടെങ്കിൽ പുറമെ നിന്ന് പ്രവർത്തിക്കാം. അത് വളർന്നിന്ന് അവിടുത്തെ ഒരു വലിയ അയ്യപ്പ പൂജ സംഘടനയായിട്ട് മാറിയിട്ടുണ്ട്. അവരിലുണ്ടായിരുന്ന ആൾക്കാർ പോലും ഒരു തുടക്കക്കാരിൽ അവനെ സഹായിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇന്ന് നമ്മളെ കാണുന്ന വേറൊരു മതത്തിൻ്റെ ആളായിട്ടാണ്. ആ വ്യക്തിബന്ധങ്ങൾ അവിടെ ആ മതത്തിൻ്റെ വേലിക്കെട്ടിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ തുനിയുന്നില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ അത് നിലനിർത്തുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ നോട്ട് മീ ബട്ട് യു, നീയോ കുറയണം ഞാനോ വളരണം എന്നുള്ള ആശയം നമ്മൾ സമൂഹത്തിൽ എങ്ങനെ നടപ്പാക്കാൻ സാധിക്കും? ഒന്ന്, നമ്മുടെ ഇപ്പം ഇതിനകത്തിൽ കൂടിയിരിക്കുന്ന എല്ലാം മാർത്തോമ സഭാവിശ്വാസികളാണ്. നമ്മളിൽ തന്നെ നമ്മളെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്ത എത്രയോ ഇടവകൾ, സഭയിലെ ചില പ്രസ്ഥാനങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇത് പ്രായോഗികമാണോ ഈ ഒരു നോട്ട് മീ ബട്ട് യു എന്നുള്ള ചിന്ത ഈ കാലഘട്ടത്തിൽ എന്നാണ് എൻ്റെ ഒരു ആശങ്ക. താങ്ക് യു. അവിടെ ഇപ്പൊ ഈ ഒരു പാട്ട് തന്നെ ഇപ്പം സാർ ഇപ്പം പറഞ്ഞതിനോട് ചേർന്ന് ഇപ്പം തന്നെ ഒരു ക്രിസ്തീയ ഗാനം പാടിയെന്നും പറഞ്ഞ് യൂസ്തോസ് യോസഫിന്റെ ഒരു പാട്ട് പാടിയവര് ഈ അമ്പലത്തില് വായിച്ചായിരുന്നോ? അതോ വായിച്ചായിരുന്നു. നല്ലൊരു പാട്ടാണ്, പഴയ പാട്ടാണ്. അത് പാടി അത് കേട്ടാല് ക്രിസ്തീയ പാട്ടായിട്ടൊന്നും അതും മറ്റതുമായിട്ടൊന്നും തിരിച്ചറിയാനൊക്കത്തില്ല. അതുപോലുള്ള രീതിയിലുള്ള ഒരു രാഗവും ഇതൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ വരെ വിഷം കലർത്തിയേക്കുക. ആ ഒരു പാട്ട് പാടിയതോടുകൂടെ അത് പ്രശ്നമായിട്ട് മാറി. അപ്പൊ അങ്ങനെ ഒരു അത് സാറേ അത് അങ്ങനെ ആയിരിക്കുക, ഇന്ത്യ മുഴുവനായിട്ട് അങ്ങനെ വന്നിരിക്കുക. നമുക്കൊന്നും ചെയ്യാൻ അങ്ങനെ. അടുത്ത പ്രതികരണത്തിനായി വിൽസൺ ഗവൺമെന്റ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വിൽസൺ സാർ അൺമ്യൂട്ട് ചെയ്ത്. സാറിന്റെ പ്രഭാഷണം വളരെ ശ്രദ്ധയോടെ ശ്രവിച്ച ആളാണ്. സാറ് നല്ല നേരത്തെ ചെറിയാൻ സാറ് പറഞ്ഞ പോലൊരു ആത്മീയ പ്രഭാഷണം പോലെ തന്നെയുള്ള ഒരു പ്രഭാഷണമാണ് നടത്തിയത്. അതിന് വേദപുസ്തകത്തിന്റെ പശ്ചാത്തലവും പിൻബലത്തോടു കൂടിയാണ് സാർ സംസാരിച്ചത്. പക്ഷെ ഇപ്പം ഇന്നത്തെ കാലഘട്ടം സത്യാനന്തര കാലഘട്ടമാണ്. അപ്പോഴേ സത്യത്തിന് പോലും പ്രസക്തി ഇല്ലാത്തപ്പോഴേ അന്യനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളത് പോലും വലിയൊരു പ്രശ്നമായിട്ടിരിക്കുക. കാര്യം സാറിന്റെ ആ 3 പോയിന്റില് അന്യനെ അറിയുക, അല്ലെ നമ്മുടെ സുഹൃത്തിനെ അറിയുക എന്ന് പറയുമ്പോഴേ, പ്രത്യേകിച്ച് പഴയ ഗ്രാമീണ സെറ്റപ്പുകളിലൊക്കെ നമുക്കൊരു വ്യക്തിയുടെ വീട്ടിലോ അല്ലെ ചുറ്റുപാടും ഒക്കെ പോയി ആളിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം സിറ്റികളിലൊക്കെ താമസിക്കുന്ന ഞങ്ങൾക്കൊക്കെ അന്യന്റെ ആ മാസ്ക് വെച്ച മുഖം, മാസ്ക് വെച്ചെന്ന് സാറ് പറഞ്ഞ ആ സ്റ്റുഡന്റിന്റെ മാസ്ക് അല്ല, മറ്റൊരു മാസ്കില്ല ഇന്ന് ലോകം. എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയുണ്ട്. അത് തന്നെയല്ല, സാറ് ചാലാപ്പള്ളി വരെ പോയപ്പോഴാണ് ആ സ്റ്റുഡന്റിന്റെ അവസ്ഥ റിയലായിട്ട് മനസ്സിലാക്കിയത്. അങ്ങനെ പറ്റാത്ത ഒരു ആധുനിക സാഹചര്യത്തിൽ നഗരജീവിതം നടത്തുന്നിടത്ത് ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. ആ ഒരു തിരിച്ചറിവിന് പുതിയൊരു പന്താവ് വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. നമ്മൾ ആ പഴയ ബിബ്ലിക്കൽ കൺസെപ്റ്റിൽ കൂടെ മാത്രം ഇന്നത്തെ ലോകത്ത് ജീവിക്കുക ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ സ്നേഹബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ള, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളുടെ ശാക്തീകരണത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുക. കാര്യം ചെറുപ്പത്തിലുള്ള അതേ കാഴ്ചപ്പാടോടുകൂടി ഇന്ന് ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല. അതേ കാഴ്ചപ്പാടോടുകൂടി കണ്ടാൽ അത് അപകടത്തിൽ എത്തുകയുമാണ് ചെയ്യുന്ന ഒരവസ്ഥയിലായിട്ടിരിക്കുന്നു. പിന്നെ അടുത്ത ഒരു പോയിന്റ്, ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പണ്ടുതൊട്ടേ നമ്മൾ പറയും. പക്ഷെ ഇപ്പോഴേ പുതിയ തലമുറയോട് നമുക്ക് നമ്മുടെ സംവേദന രീതിയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് അവരോട് ബന്ധപ്പെടാൻ പറ്റത്തില്ല. കാര്യം പൊതുവെ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളെ പുതിയ അല്ലെങ്കിൽ ഏറ്റവും ന്യൂ ജനറേഷൻ നമ്മുടെ രീതികളോ
നമ്മുടെ സ്നേഹബന്ധം കാട്ടാനുള്ള വ്യഗ്രതയിലൊന്നും അവർക്ക് താല്പര്യമില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ യൂത്തിനോട് അദ്ദേഹം എങ്ങനെയും ഒന്ന് യൂത്തിന്റെ അടുക്ക പോയി ഒന്ന് കൂടുതൽ മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു രീതിയിലും അത് പറ്റുന്നില്ല. പലവട്ടം ശ്രമിച്ചു അവരുടെ കൂടെ ഒന്ന് മിങ്കിൾ ചെയ്ത് അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട്, അല്ലെങ്കിൽ അവരെ കൂടെ പരസ്പരം കാണാനും സംസാരിക്കാനും ശ്രമിച്ചിട്ടും നടന്നില്ല. ആ വ്യക്തിയുടെ ഒരു സങ്കടം അദ്ദേഹം പറഞ്ഞത്, എന്നെ കാണുമ്പോൾ അവരെല്ലാം മാറുക, ഞാൻ അവരോട് വർത്താനം പറയാൻ ചെന്നാൽ പോലും എന്നോട് വർത്താനം പറയാനായിട്ട് ഉള്ള താല്പര്യം കാണിക്കുന്നില്ല. അതായത് അങ്ങനെ ഒരു ഇലക്ട്രോണിക്സ് യുഗത്തില് വാട്സപ്പുകളിൽ കൂടിയും സോഷ്യൽ മീഡിയ കൂടി മാത്രമുള്ള വ്യക്തിബന്ധങ്ങള് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തില് എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ രീതിയിലൊക്കെയുള്ള ബന്ധങ്ങള് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? കുറെ കൂടെ പുതിയ പുതിയ ടെക്നോളജിയും ടെക്നിക്കുകളും ഒക്കെ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടില്ലേ എന്നാണ് എൻ്റെ സംശയം. പിന്നെ അതുപോലെ സാർ ഒരു അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞു, നമുക്കവിടെ ഡിപ്പോസിറ്റ് ചെയ്യാം, അവിടെ മോശമാകുമ്പോൾ പിൻവലിക്കാമെന്നൊക്കെ പറഞ്ഞു. റിലേഷൻഷിപ്പിന്റെ അക്കൗണ്ട്, അങ്ങനത്തെ അക്കൗണ്ട് വല്ല ലോൺ കിട്ടുന്ന അക്കൗണ്ടുകൾ വല്ലതും ഉണ്ടോ എന്ന് അറിഞ്ഞാല് കൊള്ളായിരുന്നു. അതുകൊണ്ടൊന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ല സാറേ, ഇപ്പൊ മൂന്ന് പേരും പറഞ്ഞത് ഒരേ ആശയമാണ്. ഈ ഇന്ത്യയിലെ ഒരു ക്രോസ് സെക്ഷനാ 3 പേരും പറഞ്ഞത്. ഒരാശങ്ക അതായിരുന്നു. അത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അത് ഫാക്ടറാണ്. നമ്മൾ അതിലും നമ്മൾ ഒരു റിസർച്ച് നടത്തണം. അതിനകത്ത് എങ്ങനെ നമുക്കത് അതിൽ വിജയിക്കാൻ പറ്റുമെന്നുള്ളത് നിന്നു പോകണ്ടേ. ഓക്കെ, അടുത്ത അനില ജേക്കബ് മേഡത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. മാത്യു സാറ് ബൈബിളിനെ ഉദ്ധരിച്ച് പല നല്ല ചിന്തകളും നമുക്ക് പങ്കുവെച്ചു. അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി പറയാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അതായത് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന്. സത്യത്തില് ചാണ്ടി ഉമ്മന് എഗെയിൻസ്റ്റ് ആയിട്ട് RSSകാർ വന്നപ്പോഴ് അദ്ദേഹം അവരിലേക്ക് ഇറങ്ങി ചെന്നു. അദ്ദേഹത്തിന്റെ തോളിൽ അവര് കൈയിട്ട് വളരെ സന്തോഷത്തോടെ സ്നേഹപ്രകടനങ്ങൾ നടത്തിയപ്പോൾ തീർച്ചയായും നന്മയാൽ തിന്മയെ ജയിക്കാം. ആ കാര്യം പറഞ്ഞപ്പം ഞാൻ ഒരു കാര്യം കൂടെ ഓർത്തുപോയി. എൻ്റെ മദറിനെ കുറിച്ച്. അതായത് മദർ മരിച്ചുപോയി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആയിരുന്നു. അപ്പം സ്കൂളില് ഒരു കുട്ടിയുടെ കാല് മുറിഞ്ഞു. കുഞ്ഞുങ്ങൾ കളിച്ച വഴിയിൽ ആ പയ്യന്റെ കാല് മുറിഞ്ഞു. പിറ്റേ ദിവസം തന്നെ ആ കുട്ടിയുടെ പിതാവ് സ്കൂളില് വളരെ രോഷാകുലനായിട്ട് സ്കൂളിലേക്ക് വന്ന് ടീച്ചേഴ്സിനെ എല്ലാം കുറ്റം പറഞ്ഞു. മൊത്തത്തിൽ ഭയങ്കര ദേഷ്യവും ആകെ ഒച്ചപ്പാടും ബഹളവും എല്ലാം ഉണ്ടാക്കിയപ്പോഴും എൻ്റെ മദർ അവിടെ നിശബ്ദയായിട്ട് അദ്ദേഹത്തെ കേട്ടുകൊണ്ട് നിന്നു. എന്നിട്ട് ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അദ്ദേഹത്തിന്റെ ദേഷ്യം മൊത്തം പ്രകടിപ്പിച്ചിട്ട് അദ്ദേഹം തിരിച്ചുപോയി. പക്ഷെങ്കില് തിരിച്ച് ആ മനസ്സിലെ ഞാൻ എത്ര മാത്രം ഞാൻ ദേഷ്യപ്പെട്ടിട്ടും ഒരു വാക്കുപോലും തിരിച്ചെനിക്ക് എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കാതെ ഞാൻ എന്നെ മുഴുവനോടെ കേൾക്കുവാനായിട്ട് ടീച്ചർ ശ്രമിച്ചു. അത് എനിക്ക് ഒത്തിരി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ തിരിച്ചു വീട്ടിൽ പോയി. അപ്പൊ ഞാൻ ഇപ്പം ചാണ്ടി സാറിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ മദറിന്റെ കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി. അതുകൊണ്ട് 2 വാക്ക് അതിനെക്കുറിച്ച് വിചാരിച്ചു. കാരണം തീർച്ചയായിട്ടും നന്മയാൽ പിന്നെ ജയിക്കാൻ സാധിക്കും. പക്ഷെങ്കില് നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ കഴിയും. പക്ഷെ നമ്മളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് വരുന്നവരുടെ മുമ്പിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അപ്പം നമ്മൾ ഈ ഒരു മെത്തേഡാണ് അവിടെ അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇത് ഏത് സ്കൂളിലായിരുന്നു? ചെങ്ങന്നൂർ ഇൻഫന്റ് ജീസസ് സ്കൂളില്, കാത്തലിക്സിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ചെങ്ങന്നൂര് സാലി ടീച്ചർ പറയും, സാലി. ഓക്കെ, നമ്മുടെ മീറ്റിങ്ങിന്റെ സമാപനത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് ഈ സെമിനാർ അവതരിപ്പിച്ച ഏവർക്കും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ഈ ഫോറത്തിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന ബെന്നി തോമസ് സാറിനെ ക്ഷണിച്ചുകൊള്ളു.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ 301 ഈ ലൈവ് വെബിനാറിൽ ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ബഹുമാനപ്പെട്ട മാത്യൂസ് എം ജോർജ് സാർ, അതുപോലെ തന്നെ നമ്മുടെ മോഡറേറ്ററായിട്ടിരുന്ന അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് സാർ, പ്രിയപ്പെട്ടവരെ, വളരെ അനുഗ്രഹീതമായി നമ്മുടെ ഇന്നത്തെ വെബിനാറുകൾ സമാപിക്കുകയുണ്ടായല്ലോ. പ്രത്യേകിച്ച് വളരെ കാലിക പ്രസക്തിയുള്ളൊരു വിഷയത്തെപ്പറ്റിയാണ് നമ്മളിന്ന് കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തത്. സാമൂഹിക ജീവിതവും വ്യക്തിബന്ധങ്ങളും എന്നുള്ള വിഷയത്തെപ്പറ്റി ഇവിടെ ഒരു കമൻറ്റിൽ സൂചിപ്പിച്ചതുപോലെ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ മനോഹരമായി തന്നെ പ്രിയപ്പെട്ട മാത്യൂസ് എം ജോർജ് സാറ് പ്രസൻറ്റ് ചെയ്തു. എന്നാൽ നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കാലങ്ങളൊക്കെ ഒത്തിരി മാറി, പഴയ കാലമൊന്നുമല്ല. പലതിനും പലവിധമായിട്ടുള്ള ഡെഫിനേഷനുകൾ ആണ് ഇന്ന് വന്നിരിക്കുന്നത്. സ്പിരിച്വാലിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ വ്യക്തിജീവിതമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും അതൊക്കെ ഒത്തിരി മാറിയ കാലഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ മാറിയ കാലഘട്ടത്തിൽ നമ്മളുടെ വ്യക്തിബന്ധങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തോടുള്ള നമ്മുടെ ബന്ധങ്ങൾ എപ്രകാരമായിരിക്കണം എന്നുള്ളൊരു ചിന്ത ഇന്ന് സാറിൻ്റെ പ്രഭാഷണത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് വിതറിയിടുവാനായിട്ട് സാറിന് സാധിച്ചു എന്നുള്ളത് ഒത്തിരിയധികം സന്തോഷമാണ്. പ്രത്യേകിച്ച് ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമ സ്റ്റഡി ഫോറം 300 വെബിനാറുകൾ കഴിഞ്ഞിട്ട് 301 ഒരു വെബിനാർ വളരെ മനോഹരമായി തുടങ്ങുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട സാറിൻ്റെ പ്രഭാഷണത്തിലൂടെ സാധിച്ചു. ഇത്രത്തോളം സാറ് സമയം കണ്ടെത്തി ഞങ്ങൾക്ക് വേണ്ടി ഈ രാത്രികാലം ചെലവഴിച്ചതിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ പേരിൽ പ്രിയപ്പെട്ട മാത്യൂസ് എം ജോർജ് സാറിനോടുള്ള എല്ലാവിധമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് നമുക്ക് മോഡറേറ്ററായിരുന്നത് നമ്മുടെ എല്ലാം അഡ്മിൻ കൂടിയായിരിക്കുന്ന അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് വെൺമണി സാറാണ്. സാറിൻ്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രാരംഭമായിട്ട് പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് ഒത്തിരി കവിതകളൊക്കെ അതിലൂടെ കേൾക്കുവാനായിട്ടിടയായി. ഒത്തിരിയധികം സന്തോഷമുണ്ട്. അങ്ങനെ സാറിൻ്റേതായിട്ടുള്ളൊരു ഇൻപുട്ടും ഈ വിഷയ സംബന്ധമായിട്ട് ഇടുകയും വളരെ മനോഹരമായി തന്നെ ഈ വെബിനാർ മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ സാറ് ഒത്തിരി സഹായിച്ചു. പ്രിയപ്പെട്ട റോയ് ഫിലിപ്പ് സാറിനോടുള്ള ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. എന്നാൽ നമുക്കതുപോലെ തന്നെ പ്രാരംഭ ഗാനത്തിനും പ്രാരംഭ പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകിയത് നേഹ ഷാജിയാണ്. പലപ്പോഴും നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾക്ക് വേണ്ടി അപ്രകാരമുള്ള ശുശ്രൂഷകളൊക്കെ നിർവഹിക്കാറുണ്ട്. ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റ് നേതൃത്വം നൽകിയ നമ്മുടെ അഡ്മിൻ കൂടിയായിരിക്കുന്ന പ്രിയപ്പെട്ട VI ജേക്കബ് സാറിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ എല്ലാം അഡ്മിന്മാരിൽ പ്രധാനിയായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിൽസൺ കരിമന്നൂർ സാറ് മുടക്കം കൂടാതെ 301 വെബിനാറുകൾ വളരെ താല്പര്യത്തോടു കൂടി സാറ് മുൻപോട്ട് കൊണ്ടുപോയി. സാറിൻ്റെ എല്ലാവിധമായിട്ടുള്ള സഹായവും അതുപോലെ തന്നെ ഈ ഫോറത്തിന് കൊടുക്കുന്ന എല്ലാ നേതൃത്വത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സാറിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് ക്രമമായിട്ട് സൂം പ്ലാറ്റ്ഫോം അറേഞ്ച് ചെയ്യുന്ന പ്രിയപ്പെട്ട ജോസ് മാത്യുവിനുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്ത് വിവിധ രീതിയിലുള്ള ആശയങ്ങളെ അവതരിപ്പിച്ചവരുണ്ട്. അവരോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ഈ ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ വെബിനാറിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് വെബിനാറിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. പ്രാരംഭ പ്രാർത്ഥനയ്ക്കും ആശീർവാദം നൽകുന്നതിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട മാത്യൂസ് എം ജോർജ് സാറിനോടും അതുപോലെ തന്നെ റോയ് ഫിലിപ്പ് സാറിനോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. ഏറ്റവും മനോഹരമായി കൃതജ്ഞത നമുക്കെല്ലാം രേഖപ്പെടുത്തിയ ബെന്നി സാറിനോടുള്ളതായ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും മുന്നോട്ട് വരണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, വൈകിയ സമയത്ത് കർത്താവെ കുറച്ച് നേരം നിന്റെ സന്നിധിയിൽ പാദപീഠത്തിലായിരിക്കാൻ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളെന്ന് ചിന്തിച്ചതുപോലെ അവിടുന്ന് ഞങ്ങളെ തേടി ഇതാണ് ലോകത്തിലേക്ക് വന്നു. ഞങ്ങളുടെ കുറവുകളോ കുറ്റങ്ങളോ പിന്മാറ്റങ്ങളോ ഒന്നും ഓർക്കാതെ അവിടുന്ന് ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ തേടി വന്ന ദൈവമാണ് സ്തുതിക്കുന്നു കർത്താവെ. ഇവിടെ പലരും പല വിഷയങ്ങൾ പങ്കുവച്ചല്ലോ കർത്താവെ. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അതിൽ നിന്നൊക്കെ കർത്താവെ ഒരു വിടൽ തരുവാനും ഞങ്ങളുടെ ജീവിതം അതിനനുസരിച്ച് രൂപകൽപ്പന ചെയ്യുവാനും ഞങ്ങൾക്ക് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമൂഹത്തോടെ ഞങ്ങൾക്ക് കടപ്പാടുണ്ട്, ഉത്തരവാദിത്വമുണ്ട് കർത്താവെ. അവരെയൊക്കെയും ഈ നല്ല വഴിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്ന എല്ലാവരെയും ഓർക്കുന്നു, അഡ്മിന്മാരെ ഓർക്കുന്നു, അതിലെ മെമ്പേഴ്സിനെ ഓർക്കുന്നു. ഇതിന് കർത്താവെ ശ്രവിച്ച എല്ലാവരെയും ഓർക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളെ പ്രായോഗിക ജീവിതത്തിലാക്കിക്കൊണ്ട് ഞങ്ങളൊക്കെ ആക്കിയിരിക്കുന്നിടത്തൊക്കെ വിശ്വസ്തരായിരിക്കാനായിട്ട് ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ചോദിച്ചാലും പരമായ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ.
യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നാം എല്ലാവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നവരുടെ മേലും ഇപ്പോഴും ഒന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.